യോയും കൂടി സംസാരിക്കുകയായിരുന്നു. വാഗ്മു കൊട്ടാരത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ യോനെ ആയിരിക്കും റെയിൻ റിച്വലൊക്കെ നടത്താൻ കൊണ്ടുവരിക എന്നാണ് ഇവരെല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ അതിനിടയ്ക്കായിരുന്നു സോ വന്നത്. ചോയ്ജിക്കും കിങ്ങിനും ഉറപ്പായിട്ടും വാങ്സോ തന്നെ ആയിരിക്കും ഈ റിച്വൽ നടത്തുക എന്നൊക്കെ ഉറപ്പുണ്ടായിരുന്നു. വാങ്സോയ്ക്ക് ആളുകളുടെ മുഖത്ത് പോലും നോക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നിന്നെക്കൊണ്ട് കിങ് ഉറപ്പായിട്ടും ഈ ഒരു റിച്വൽ ചെയ്യിക്കും. അതുവഴി കിരീടം സ്വന്തമാക്കാം എന്നൊക്കെ ക്വീൻ യോയോട് പറയുന്നു. ഹെയ്സ് വാങ്സോനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിൽ വാങ്സോ കിടക്കുന്നതെല്ലാം ഹെയ്സ് കാണുന്നു. വാങ്സോ ഉറങ്ങിക്കിടക്കുകയായിരിക്കുമെന്നാണ് ഹെയ്സ് കരുതിയത്. ഹെയ്സ് സൗണ്ടൊന്നും ഉണ്ടാക്കാതെ വാങ്സോയുടെ അടുത്തേക്ക് പോകുമ്പോൾ കാല് തന്നെ താഴേക്ക് വീഴുകയാണ്. പക്ഷേ വാങ്സോ ഉറക്കം നടിച്ചു കിടന്നത് കൊണ്ട് തന്നെ ഹെയ്സുവിനെ രക്ഷിക്കുന്നു. അങ്ങനെ ഒരു നിമിഷത്തേക്ക് അവർ രണ്ടുപേരും പരസ്പരം നോക്കിയിരുന്നു പോകുന്നു. അതിനുശേഷം ഹെയ്സു വാങ്സോയോട് പറയുകയാണ്, ഇപ്പോൾ നീ ഒളിച്ചിരിക്കേണ്ട സമയമല്ല, ഇതിൽ നിന്നും പുറത്ത് കടക്കേണ്ട സമയമാണെന്ന്. നിങ്ങളെ കണ്ടിട്ടല്ല, മറിച്ച് ആളുകൾക്ക് എല്ലാം നിരാശയും വിഷമവും എല്ലാം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെല്ലാം ചെയ്തതെന്നൊക്കെ ഹെയ്സു പറയുന്നു. പക്ഷെ അത് കേൾക്കുമ്പോൾ വാങ്സോ പറയുന്നത്, എനിക്ക് നിന്റെ സഹതാപമൊന്നും ആവശ്യമില്ല എന്നായിരുന്നു. എന്തുകൊണ്ടാണ് നീ ജനിച്ചതെന്ന് നിനക്കറിയാമോ എന്ന് വാങ്സോ ഹെയ്സുവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഹെയ്സു പറയുന്നു, ഞാൻ ഒരുപാട് തവണ അത് ആലോചിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് ഇന്നേ വരെ അതിനൊരു ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷേ എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നത്. മറ്റൊരാളുടെ കൺട്രോളിൽ ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് നിന്നോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ലോകത്തിലുള്ള ആരുടെയും ജീവിതം നിസ്സാരമല്ല. എല്ലാവർക്കും അവനവൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയല്ല വേണ്ടത്, അത് നേരിടുകയാണെന്നും ഹെയ്സു പറയുന്നു. ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം മറന്നിട്ട് ഒരിക്കൽ കൂടി നീ റെയിൻ റിച്വലൊക്കെ ചെയ്യാൻ ഹെയ്സു വാങ്സോട് ആവശ്യപ്പെടുന്നു. നീ എന്തിനാണ് ജനിച്ചതെന്നൊക്കെ ഹെയ്സുവിനോട് വാങ്സോ ചോദിച്ചത് ഓർത്തുകൊണ്ട് കിടക്കുകയായിരുന്നു ഹെയ്സു. അങ്ങനെ ഉറങ്ങാൻ പറ്റാതെ കിടക്കുമ്പോൾ ഹെയ്സു സ്വന്തമായിട്ട് തന്നെ ഒരു ക്രീമെല്ലാം ഉണ്ടാക്കുന്നു. ഹെയ്സു ആ ഒരു ക്രീം യൂസ് ചെയ്തിട്ട് കയ്യിലുണ്ടായിരുന്ന പാടുകളെല്ലാം മറച്ചിട്ടുണ്ടായിരുന്നു. അതേ ക്രീമാണ് ഇപ്പോൾ ഹെയ്സു ഉണ്ടാക്കാൻ നോക്കുന്നതും. ഹെയ്സു അങ്ങനെ അതുണ്ടാക്കുന്നതിൽ സക്സസ് ആവുകയും ചെയ്യുന്നു. പിറ്റേ ദിവസം റെയിൻ റിച്വലൊക്കെ നടത്താൻ സമയമായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും വാഗ്മു തിരിച്ചെത്തിയിട്ടില്ല. വാഗ്മുവിന് എന്തെങ്കിലും സംഭവിച്ചു കാണുമോ എന്നൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ച് നടക്കുകയായിരുന്നു ചോയ്ജി. ഞാൻ എന്തായാലും വാഗ്മുവിനെ അന്വേഷിച്ച് പോയിട്ട് വരാം, നീ ആ റെയിൻ റിച്വൽ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തോളാനൊക്കെ വാങ്സോയോട് ചോയ്ജി പറയുന്നു. ചോയ്ജി വന്നില്ലെങ്കിൽ ഞാൻ റെയിൻ റിച്വൽ ഒന്നും ചെയ്യില്ല എന്ന് വാങ്സോയും പറയുന്നു. നീ നിന്റെ മുഖത്തെ പാടിനെക്കുറിച്ച് ഓർക്കാതെ വാഗ്മുവിനെ ഹെൽപ്പ് ചെയ്യുകയാണ് വേണ്ടതെന്ന് ചോയ്ജി പറയുന്നു. അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോ ചോദിക്കുകയാണ്, അപ്പോഴെല്ലാം നിങ്ങളുടെ പദ്ധതി ആയിരുന്നല്ലേ? എന്തിനു വേണ്ടിയാണ് എൻ്റെ പേര് തന്നെ കിട്ടണമെന്നുള്ള രീതിയിൽ നിങ്ങൾ ഇതെല്ലാം ചെയ്തതെന്നും വാങ്സോ ചോദിക്കുന്നു. അപ്പോൾ ചോയ്ജി അതിനെ ഒന്നും തള്ളിക്കളയുന്നില്ല. ചോയ്ജി പറയുകയാണ്, ഞാൻ തന്നെയാണ് വാങ്സോയുടെ പേര് കിട്ടാനുള്ള കാരണക്കാരനെന്ന്. ഈ ഒരു മുഖം കാരണം നിനക്ക് കോൺഫിഡൻസ് എല്ലാം കുറവായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കാനാണ് ഞാൻ ശ്രമിച്ചതെന്നും ചോയ്ജി പറയുന്നു. മഴ പെയ്യുന്നത് വരെ ഈ റിച്വൽ നീട്ടിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് വെറും ഒരു അടിമേനെ ആയിരുന്നല്ലേ ആവശ്യമെന്ന് ചോയ്ജിയോട് വാങ്സോ ചോദിക്കുമ്പോൾ ചോയ്ജി പറയുകയാണ്, അങ്ങനെ ഒരു അടിമേനെ കൊണ്ട് ഈ റിച്വൽ നടത്തുകയാണെങ്കിൽ, അങ്ങനെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത കിങ് എന്ന് പറയുന്നത് ആ അടിമയായിരിക്കുമെന്ന്. അങ്ങനെ ചോയ്ജി പറയുകയാണ്, അടുത്ത രാജാവ് എന്തായാലും വാഗ്മു ആണ്. നീ ഇപ്പോൾ വാഗ്മുവിനെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇവിടെ തന്നെ നിൽക്കാൻ സാധിക്കും. നിന്റെ പേരൻസിൻ്റെയും സിബ്ലിങ്സിൻ്റെയും കൂടെ നിന്റെ ആഗ്രഹത്തിനുള്ള ജീവിതം നിനക്കിവിടെ നയിക്കാൻ സാധിക്കും. നീ കാരണം ഈ ഒരു മഴ പെയ്യുകയാണെങ്കിൽ ഈ നാട്ടിലുള്ള ആളുകളെല്ലാം നിന്റെ ദൈവത്തെ പോലെ കാണുമെന്നും ചോയ്ജി പറയുന്നു. നീ തന്നെയാണ് നിന്റെ തീരുമാനം എടുക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ചോയ്ജി പോകുന്നു. അങ്ങനെ വാങ്സോ ആ റിച്വൽ ഏറ്റെടുത്ത് നടത്താൻ തന്നെ തീരുമാനിക്കുന്നു. ഡ്രസ്സെല്ലാം എടുത്തുകൊണ്ട് വരുമ്പോഴാണ് ഹെയ്സു എത്തുന്നത്. നിന്നെ മാസ്കില്ലാതെ അവരുടെ മുന്നിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ കയ്യിലൊരു മാർഗമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സു വാങ്സോനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. വാങ്സോനെ ഹെയ്സു മേക്കപ്പ് റൂമിൽ കൊണ്ടുപോയി ഇരുത്തുന്നു. അതിനുശേഷം വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു മാസ്ക് മാറ്റി ശരിക്കുമുള്ള ആ ഒരു രൂപമെല്ലാം ഹെയ്സു കാണുന്നു. വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പാടിലൂടെ ഹെയ്സു വിരലെല്ലാം കൊണ്ടുപോകുന്നു. അപ്പോൾ വാങ്സോ ഹെയ്സുവിൻ്റെ കൈ പിടിച്ചിട്ട് പറയുകയാണ്, നിനക്കെൻ്റെ മുഖം കാണുമ്പോൾ പേടിയാകുന്നില്ലേ എന്ന്, നിനക്കെന്നോട് സഹതാപം തോന്നുന്നില്ലേ എന്നും ചോദിക്കുന്നു. എന്നെ എപ്പോഴും ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളോട് എനിക്ക് എന്തിനാണ് സഹതാപം തോന്നുന്നതെന്ന് ഹെയ്സു ചോദിക്കുന്നു. മാത്രമല്ല, ഒരാളുടെ പുറമേയുള്ള മുഖമല്ല, അയാളുടെ മനസ്സാണ് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറെന്ന് ഹെയ്സു പറയുന്നു. എനിക്ക് നിന്നെ വിശ്വസിക്കാമോ എന്ന് വാങ്സോ ഹെയ്സുവിനോട് ചോദിക്കുന്നു. അപ്പോൾ ഹെയ്സ് പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പേരെ വിശ്വസിച്ചിട്ടുണ്ട്, അവരെല്ലാവരും എന്നെ ചതിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ നീ എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല എന്ന്. നീയാണ് എൻ്റെ കൂടെ ഉള്ളതെങ്കിൽ എന്നെ തന്നെ നിനക്കായിട്ട് തരാൻ എനിക്ക് സമ്മതമാണെന്ന് വാങ്സോ ഹെയ്സ് കേൾക്കാതെ പറയുന്നുണ്ട്. എന്നെ വിശ്വസിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചതിക്കില്ല എന്ന് ഹെയ്സ് പറഞ്ഞതിന് മറുപടിയായി വാങ്സോ പറയുകയാണ്,
നീ നിൻ്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോ, ഇപ്പോൾ മുതൽ ഞാൻ നിൻ്റെയാണെന്ന്. അങ്ങനെ ഹെയ്സു വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന പാടിനെല്ലാം കവർ ചെയ്യാൻ നോക്കുകയായിരുന്നു. റെയിൻ റിച്വൽ നടക്കുന്നിടത്ത് എല്ലാവരും ക്രോൺ പ്രിൻസ് ആയിട്ടുള്ള വാഗ്മുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മിനിസ്റ്റേഴ്സ് എല്ലാവരും കിങ്ങിനോട് പറയുകയാണ് വാഗ്മു ഇതുവരെ എത്താത്തത് കൊണ്ട് തന്നെ യോനെ കൊണ്ട് ഈ റിച്വൽ നടത്തിക്കാൻ. റെയിൻ റിച്വലിന് തളിക്കാനുള്ള വെള്ളമൊക്കെ ആയിട്ട് ചോദിച്ചു വരികയായിരുന്നു. അപ്പോൾ യോ വന്നിട്ട് ചോദിച്ചോട്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും വാഗ്മുയ്ക്ക് വേണ്ടിയല്ല വെയിറ്റ് ചെയ്യുന്നത്, വാഗ്മു ഒരിക്കലും വരില്ല എന്ന്. വാഗ്മു റെയിൻ റിച്വലിന് വരാതിരിക്കാൻ ക്വീനും യോയും കൂടിയായിരുന്നു പദ്ധതികളെല്ലാം ഒരുക്കിയിരുന്നത്. ഹെയ്സു അങ്ങനെ വാങ്സോനെ ഒരുക്കി തീർന്നിരിക്കുകയാണ്. ഒരുക്കി കഴിയുമ്പോഴത്തേക്കും ഒരു മിററെല്ലാം വെച്ച് വാങ്സോയുടെ മുഖം കാണിക്കുകയും ചെയ്യുന്നു. വാങ്സോ പക്ഷേ കണ്ണാടിയിലായിരുന്നില്ല, ഹെയ്സുവിനെ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഹെയ്സു പോകാൻ തുടങ്ങുമ്പോൾ ഹെയ്സുവിൻ്റെ കൈയെല്ലാം പിടിച്ചിട്ട് വാങ്സോ തടയുന്നു. ഇപ്പോൾ വാങ്സോയുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന പാടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഹെയ്സുവിനോട് വാങ്സോ പറയുകയാണ് ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞത് നീ മറന്നിട്ടില്ലല്ലോ അല്ലേ, ഇന്നു മുതൽ നീ എൻ്റേതാണ്. നീ എൻ്റെ മുഖത്ത് ആദ്യമായി തൊട്ടപ്പോൾ മുതൽ ഞാൻ തീരുമാനിച്ചതാണ് നീ എൻ്റേത് മാത്രമായിരിക്കുമെന്ന്. നീ എന്നെ വിട്ടു പോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നും വാങ്സോ പറയുന്നു. അങ്ങനെ ഹെയ്സുവിനെ കിസ് ചെയ്യാൻ വാങ്സോ വരുമ്പോഴത്തേക്കും ഹെയ്സു ഉണ്ടായിരുന്നത് ഒരു ഷോക്കിൽ തന്നെ ആയിരുന്നു. എന്തായാലും നിർബന്ധിച്ച് കിസ്സൊന്നും ചെയ്യിക്കുന്നില്ല, വാങ്സോ പോവുകയാണ്. അങ്ങനെ വാങ്സോ പോയി കഴിയുമ്പോൾ ഹെയ്സു തൻ്റെ കയ്യിലെല്ലാം പിടിച്ചു നോക്കുന്നു. ആ കയ്യിൽ വൂക്ക് കൊടുത്തിരുന്ന ആ ഒരു ബ്രേസ്ലെറ്റ് ഉണ്ടായിരുന്നു. യോ അങ്ങനെ പല്ലക്കിലെല്ലാം കയറാൻ തുടങ്ങുമ്പോഴത്തേക്കാണ് വാങ്സോ എത്തുന്നത്. വാങ്സോ എത്തിയിട്ട് പറയുകയാണ് ഇതിൽ കയറാൻ 2 പേർക്ക് മാത്രമേ അവകാശമുള്ളൂ. ഒന്ന് യഥാർത്ഥ അവകാശിയായ വാഗ്മുയ്ക്ക്, വാഗ്മു കഴിഞ്ഞാൽ സ്വർഗത്തിലെ ദേവതമാർ പറഞ്ഞ എനിക്ക്. ഞങ്ങൾ 2 പേരുമല്ലാതെ വേറൊരാൾക്ക് ഇതിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നും വാങ്സോ പറയുന്നു. അത് കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് യോ വാങ്സോനെ ഇടിക്കുന്നു. വാങ്സോനെ ഇടിക്കുമ്പോൾ മുഖത്തുണ്ടായിരുന്ന മാസ്ക് എല്ലാം താഴെ വീഴുന്നു. വാങ്സോ കുനിഞ്ഞ് ആ ഒരു മാസ്ക് എല്ലാം എടുത്തതിന് ശേഷമാണ് വാങ്സോയുടെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പാടില്ല എന്നുള്ള കാര്യം യോ മനസ്സിലാക്കുന്നത്. അങ്ങനെ ആ ഒരു ഷോക്കിൽ ഞെട്ടി നിൽക്കുന്ന യോയുടെ മുൻപിൽ വെച്ച് തന്നെ വാങ്സോ ആ പല്ലക്കിൽ കയറി പോവുകയാണ്. വാങ്സോ അങ്ങനെ പല്ലക്കിലെല്ലാം കയറി ആളുകളുടെ ഇടയിലേക്ക് നടന്നു പോകാൻ നേരത്ത് അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം പറയുകയാണ് നേരത്തെ വന്ന അതേ ആൾ തന്നെയാണിത്, നമുക്ക് ഇയാളെ കല്ല് പെറുക്കി എറിയുകയൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ അതിനുശേഷമാണ് അവർ ശ്രദ്ധിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു പാട് വാങ്സോയുടെ മുഖത്ത് ഇപ്പോഴുണ്ടായിരുന്നില്ല. ഈ പ്രിൻസ് തന്നെ റിച്വൽ ചെയ്താൽ മതിയെന്ന് സ്വർഗത്തിലുള്ളവർ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പ്രിൻസിൻ്റെ മുഖത്ത് ആ പാടില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവരെല്ലാവരും പ്രിൻസിനെ ദൈവികമായിട്ടൊക്കെ കാണുകയാണ്. അങ്ങനെ വാങ്സോയോട് അവിടെ നിന്നവരെല്ലാവരും മഴ തരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ വാങ്സോയ്ക്കും സന്തോഷമാകുന്നു. വാങ്സോനെ പോലെ തന്നെ സന്തോഷമാകുന്ന മറ്റൊരാളാണ് ചോയ്ജി. അത്രയും നേരം അവിടെ ഇല്ലാതിരുന്ന ഹെയ്സു പെട്ടെന്ന് ഓടി വരുന്നതെല്ലാം വൂക്ക് ശ്രദ്ധിക്കുന്നു. നേരത്തെ കല്ല് പെറുക്കി എറിഞ്ഞവർ തന്നെ ഇപ്പോൾ വാങ്സോനെ സപ്പോർട്ട് ചെയ്ത് ആ പാലസിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നതെല്ലാം കാണുമ്പോൾ ക്വീന് വളരെയധികം ദേഷ്യമാകുന്നു. അവിടെ ഉണ്ടായിരുന്നവരാരും അങ്ങനെ ഒരു സീൻ പ്രതീക്ഷിച്ചതായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രിൻസും വാങ്സോയുടെ മുഖത്തിന് വന്ന മാറ്റത്തെക്കുറിച്ചായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇങ്ങനൊരു മാറ്റം വാങ്സോയ്ക്ക് സംഭവിക്കണമെങ്കിൽ അതിന് പിന്നിൽ വേറെ ആരോ ആണെന്നൊക്കെ വൂക്ക് ആലോചിക്കുന്നു. അത് ആരായിരിക്കുമെന്ന് ആലോചിക്കുമ്പോൾ വൂക്കിൻ്റെ മനസ്സിലേക്ക് വരുന്നത് ഹെയ്സുവിൻ്റെ പേര് മാത്രമായിരുന്നു. അങ്ങനെ ഹെയ്സുവിനെ വൂക്ക് നോക്കുമ്പോൾ ഹെയ്സ് വാങ്സോനെ തന്നെ നോക്കി നിൽക്കുന്നതെല്ലാം വൂക്ക് ശ്രദ്ധിക്കുന്നു. അങ്ങനെ വാങ്സോ ആ റിച്വലെല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വാങ്സോയ്ക്ക് ഒരാളെ മാത്രമായിരുന്നു കാണേണ്ടിയിരുന്നത്. അങ്ങനെ വാങ്സോ ഹെയ്സുവിനെ നോക്കുന്നു. ഹെയ്സുവിനെ നോക്കി പുഞ്ചിരിച്ചു കഴിയുമ്പോൾ ഹെയ്സു തിരിച്ച് വാങ്സോനെ നോക്കിയും പുഞ്ചിരിക്കുന്നു. അങ്ങനെ ഹെയ്സ് നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടമെല്ലാം മാറുന്നത് ഹെയ്സ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ വാങ്സോയുടെ തലയിൽ കിരീടവും ഉണ്ടായിരുന്നു. വാങ്സോയുടെ പുഞ്ചിരിയെല്ലാം മാറി ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് തന്നെ ആ ഒരു സീനെല്ലാം മാറി പഴയതുപോലെ തന്നെ ആകുന്നു. പക്ഷെ ഹെയ്സുവിൻ്റെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പുഞ്ചിരി പെട്ടെന്ന് തന്നെ മായുകയും ചെയ്യുന്നു. അപ്പോഴാണ് ആകാശത്ത് നിന്നും ഓരോ തുള്ളി വെള്ളമെല്ലാം വീഴുന്നത്. അതെ, അവിടെ മഴ പെയ്യുകയാണ്. അങ്ങനെ മഴ പെയ്യുമ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കാതെ നിൽക്കുകയായിരുന്നു വാങ്സോ. പക്ഷേ ചോയ്ജിക്ക് ഫ്യൂച്ചറെല്ലാം അറിയാവുന്നത് കൊണ്ട് തന്നെ ചോയ്ജി അതെല്ലാം പ്രതീക്ഷിച്ച് നിന്നത് തന്നെയാണ്. അങ്ങനെ മഴ പെയ്യുന്നത് കാണുമ്പോൾ ചോയ്ജി വളരെയധികം സന്തോഷിക്കുന്നു. ബേക്കിനും വൂക്കിനും ഒക്കെ വളരെയധികം സന്തോഷമാകുന്നു. പക്ഷേ ഹെയ്സുവിന് മാത്രമായിരുന്നു അത്രയും നേരം ഉണ്ടായിരുന്ന സന്തോഷമെല്ലാം പോയത്. ഹെയ്സ് വീണ്ടും വാങ്സോനെ നോക്കുമ്പോൾ ഹെയ്സുവിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പേടിയായിരുന്നു. അങ്ങനെ ഹെയ്സുവിനെ വാങ്സോ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ഹെയ്സു ഓർക്കുകയാണ് അപ്പോൾ വാങ്സോ ആയിരുന്നല്ലേ ക്വാങ്ജോങ് ആയി വരിക, അതായത് ഗോറിയോലെ 4ാമത്തെ കിങ്. പേടിച്ചു നിൽക്കുന്ന ഹെയ്സുവിനെ നോക്കി ചെറിയ രീതിയിൽ ചിരിച്ചതിന് ശേഷം വീണ്ടും ആ മഴയെല്ലാം നനഞ്ഞ് വാങ്സോ നിൽക്കുമ്പോൾ മഴ കാരണം വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന മേക്കപ്പ് എല്ലാം പോയി
പഴയ രീതിയിലുള്ള ആ എല്ലാവരെയും പേടിപ്പിക്കുന്ന രൂപമായി തിരിച്ചെത്തിയതും കാണിക്കുന്നു. വാങ്സോനെ കണ്ട് കഴിയുമ്പോൾ ഹെയ്സു കിങ് ക്വാങ്ചോങ് എന്ന് പറയുന്നു. അങ്ങനെ കിങ് ക്വാങ്ചോങ് എന്ന് പറയുന്നത് ചോദിച്ച് കേൾക്കുന്നു. പക്ഷേ ചോദിച്ച് നോക്കുമ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കൊന്നും തന്നെ അറിയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഹെയ്സു നിൽക്കുന്നു. മഴ പെയ്തത് കൊണ്ട് തന്നെ ക്വീന് വളരെയധികം ദേഷ്യമായിട്ട് അവിടെ നിന്നും പോകുന്നു. പക്ഷേ ആ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും തന്നെ മഴ പെയ്തത് കൊണ്ട് സന്തോഷിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ഹീറോയും കൂടി ജനിച്ചു എന്ന് വോൺ പറയുന്നു. എന്നാലും വാങ്സോ എങ്ങനെയായിരിക്കും മുഖത്തുണ്ടായിരുന്ന ആ ഒരു പാടെല്ലാം മാറ്റിയതെന്ന് വോൺ ചോദിക്കുമ്പോഴത്തേക്കും ജെങ് പറയുകയാണ്, മേക്കപ്പിനെ കുറിച്ചും കോസ്മെറ്റിക്സിനെ കുറിച്ചും വളരെയധികം അറിവുള്ള ആരോ ഒരാൾ വാങ്സോയ്ക്ക് പിന്നിലുണ്ടെന്ന്. അത് കേട്ട് കഴിയുമ്പോൾ അത് ഹെയ്സു ആണെന്നുള്ള കാര്യം വൂക്കിന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൂക്ക് ഹെയ്സുവിനെ നോക്കുകയും ചെയ്യുന്നു. അങ്ങനെ വാങ്സോനെ നോക്കി നിൽക്കുമ്പോൾ ഹെയ്സോ ഓർക്കുകയാണ്, ഇനി വാങ്സോ ആണ് കിങ് ക്വാങ്ചോങ് ആയിട്ട് വരുന്നതെങ്കിൽ വാങ്സോ തന്നെയാണ് കൂടെയുള്ള സഹോദരങ്ങളെയും ഫാമിലിനെയും എല്ലാവരെയും കിരീടത്തിന് വേണ്ടി കൊല്ലുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ വൂക്കിനും അതേ മരണം തന്നെ സംഭവിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഹെയ്സു വൂക്കിനെ നോക്കുന്നു. വാങ്സോയെ ആളുകൾക്കിടയിലൂടെ കൊണ്ടുപോകുന്നതെല്ലാം കാണുമ്പോൾ പേടിച്ചായിരുന്നു ഹെയ്സു നിന്നിരുന്നത്. ഹെയ്സു ഓർക്കുകയാണ്, ഞാനിപ്പോൾ വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പാടിനെയെല്ലാം മറയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ ഒരു കാരണം കൊണ്ടായിരിക്കുമോ വാങ്സോ കിങ് ആകാൻ പോകുന്നത്. എന്തായാലും ഹിസ്റ്ററിയിൽ വാങ്സോ കിങ് തന്നെയാണ്, അപ്പോൾ ഞാൻ ഇല്ലാതെയും വാങ്സോ കിങ് ആകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെയ്സു. ശരിക്കും വാങ്സോ എല്ലാ ബ്രദേഴ്സിനെയും കൊല്ലുമോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വൂക്ക് എത്തുന്നത്. വൂക്കിനോട് ഹെയ്സു ചോദിക്കുകയാണ്, ഞാൻ കാരണമാണോ എല്ലാവരും മരിക്കാൻ പോകുന്നതെന്ന്. വൂക്കിന് എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് പോലും മനസ്സിലാകാതെ നിൽക്കുമ്പോൾ ഹെയ്സു വീണ്ടും പറയുകയാണ്, അയാൾ ഇങ്ങനെയെല്ലാം ആകുന്നത് ഞാൻ കാരണമാണോ. അതിനുശേഷം ഹെയ്സു വൂക്കിനോട് പറയുകയാണ്, വാങ്സോയുടെ അടുത്തു നിന്നും പറ്റുന്നത്ര മാറി തന്നെ നീ നിൽക്കണമെന്ന്. ഇയോ പറയുകയാണ്, എനിക്ക് വളരെയധികം നിർഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് റെയിൻ റിച്വലിന് എന്നെ സെലക്ട് ചെയ്യാതെ വാങ്സോനെ സെലക്ട് ചെയ്തത്. ഇപ്പം എല്ലാവരും വാങ്സോനെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇയോ പറയുമ്പോഴത്തേക്കും ഇയോയുടെ അമ്മ ഇയോനെ തല്ലുന്നു. നീ വാങ്സോനെ തടയാത്തത് കൊണ്ടാണ് വാങ്സോയ്ക്ക് ആ സ്ഥാനമെല്ലാം കിട്ടിയതെന്നായിരുന്നു ക്വീൻ പറഞ്ഞിരുന്നത്. എൻ്റെ ഭാഗത്തു നിന്നും പറ്റിയ വെറുമൊരു തെറ്റായിരുന്നു അതെന്ന് യോ പറയുമ്പോൾ, അങ്ങനെ ഒരു തെറ്റ് നിനക്ക് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ക്വീൻ പറഞ്ഞത്. വാങ്സോ കിങ്ങിൻ്റെയും വാഗ്മുവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. വാഗ്മു തിരിച്ചെത്താൻ ഇത്രയും താമസിച്ചതിന് കാരണം കുറേയധികം കള്ളന്മാരെ ഇവരെ ഫോളോ ചെയ്തതുകൊണ്ടായിരുന്നു എന്നൊക്കെ വാഗ്മു പറയുന്നു. ഞാനിപ്പോൾ വാങ്സോനെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്നും ആദ്യമായിട്ടാണ് വാങ്സോയുടെ മുഖം ഇത്രയും വർഷങ്ങൾ കൂടി ഞാൻ കാണുന്നതെന്നും കിങ് പറയുന്നു. നിന്റെ ഈ മുഖം അഭിമാനത്തോടു കൂടി തന്നെ ലോകത്തെ കാണിക്കണമെന്നും ടൈജോ പറയുന്നു. കിങ് മാത്രമായിരുന്നില്ല, വാഗ്മുവും വാങ്സോനെ ഓർത്ത് ഒരുപാട് അഭിമാനിക്കുന്നുണ്ടായിരുന്നു. ഹെയ്സുവും വൂക്കും കൂടി ഒരു ഷെൽട്ടറിന് കീഴിൽ നിൽക്കുകയായിരുന്നു. വൂക്ക് ഹെയ്സുവിനോട് ചോദിക്കുകയാണ്, നീ ഇത്രയ്ക്ക് പേടിക്കാനുള്ള കാരണം നീ ഒരു പ്രിൻസിൻ്റെ മുഖത്ത് കൈവച്ചതിനാലാണോ എന്ന്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, എന്തായാലും നീ ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് വൂക്ക് പറയുന്നു. അല്ലെങ്കിലും വാങ്സോ നിന്നത് വാഗ്മുവിന് വേണ്ടി തന്നെ ആയിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട എന്നും വൂക്ക് പറയുന്നു. അങ്ങനെ വൂക്ക് പറയുകയാണ്, മഴയെല്ലാം പെയ്തത് കൊണ്ട് തന്നെ ഉറപ്പായിട്ടും നിന്നെ തിരിച്ച് വീട്ടിലേക്ക് വിടാൻ കിങ് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയല്ല, എന്തേലും കാര്യം ചെയ്യുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സു വൂക്കിനെ വിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്നത് ചോയ്ജിയുടെ അടുത്തേക്കായിരുന്നു. ചോയ്ജിയുടെ അടുത്ത് ചെന്നിട്ട് ഹെയ്സു ചോദിക്കുകയാണ്, അടുത്ത കിങ് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്ന്. അതെല്ലാവർക്കും തന്നെ അറിയാമല്ലോ, അടുത്ത കിങ് വാഗ്മു ആണെന്ന്. അതിലെന്താണ് സംശയമെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഹെയ്സു പറയുകയാണ്, ഞാൻ വാഗ്മുവിൻ്റെ കാര്യമല്ല ചോദിച്ചത്, വാഗ്മുവിന് ശേഷം ആരായിരിക്കും അടുത്ത കിങ് ആകുന്നതെന്നാണെന്ന്. അതിന് മറുപടിയായി ചോയ്ജി പറയുകയാണ്, ക്വാങ്ചോങ്. അങ്ങനെ തന്നെയല്ലേ നീയും പറഞ്ഞിരുന്നതെന്ന്. അതിനുശേഷം ചോയ്ജി പറയുകയാണ്, ഞാൻ കുട്ടിയായിരുന്നപ്പോൾ വെള്ളത്തിൽ വീണ് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ തിരിച്ചെത്തിയത് ഇവിടേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ആദ്യം മൊത്തത്തിലൊരു മാറ്റമൊക്കെയാണ് തോന്നിയത്. അതിനുശേഷം ഞാൻ ഇതെല്ലാം മനസ്സിലാക്കി ഇവിടെ ജീവിക്കാൻ പഠിച്ചു. ഇപ്പോഴെനിക്ക് ചുറ്റും നടക്കുന്നത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് പോലും എനിക്ക് നിശ്ചയമില്ല. പക്ഷേ ഇതേ കാര്യം തന്നെയാണ് നിനക്ക് നടക്കുന്നതെന്ന് എനിക്കറിയാം എന്നും ചോയ്ജി പറയുന്നു. ചോയ്ജി പറയുകയാണ്, എന്നെപ്പോലെ തന്നെ നീയും മരിച്ചതിന് ശേഷം തിരിച്ചെത്തിയതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെപ്പോലെ നിനക്കും ഭാവിയെല്ലാം കാണാൻ സാധിക്കും. എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുക, ഞാനതിന് മറുപടി പറയാമെന്ന് ചോയ്ജി പറയുമ്പോൾ ഹെയ്സോൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരുന്നു. വാങ്സോ ആയിരിക്കുമോ കിങ് ക്വാങ്ചോങ് ആയി വരിക? വാങ്സോ എല്ലാ ബ്രദേഴ്സിനെയും കൊല്ലുമോ? എന്തായിരിക്കും വൂക്കിന് സംഭവിക്കുക? ഇതെല്ലാം ആയിരുന്നു ഹെയ്സോൻ്റെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻസ്.
ഇത്രയും നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടും ഹേസു ചോദിച്ചോട് ചോദിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്നായിരുന്നു. അതിന് മറുപടിയായി ചോദിച്ച് പറയുകയാണ്, നീ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നീ എന്തൊക്കെ ചെയ്താലും അതൊരിക്കലും ഹിസ്റ്ററിനെ മാറ്റുകയില്ല, മറിച്ച് അത് ഹിസ്റ്ററി ആവുകയുള്ളൂ എന്ന്. മഴയെല്ലാം നോക്കി നിൽക്കുന്ന വൂക്കിനോട് വാങ്സോ ആണ് ഇപ്പം ഈ റെയിൻ റിച്വൽ എല്ലാം ചെയ്തത്, നിനക്കത് ചെയ്താൽ പോരായിരുന്നോ എന്നൊക്കെ പ്രിൻസസ് ചോദിക്കുന്നു. വാങ്സോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെല്ലാം നിനക്ക് കിട്ടേണ്ടതാണെന്നൊക്കെ യുവൻ പറയുന്നുണ്ടെങ്കിലും വൂക്ക് അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. വൂക്ക് പറയുകയാണ്, പണ്ട് മുതലേ വാങ്സോ ഒരുപാട് കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴെങ്കിലും രാജാവിന് വാങ്സോനെ ഇഷ്ടമായതിൽ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം വൂക്ക് യോൻഹയോട് പറയുകയാണ്, ഞാനിപ്പോൾ ആലോചിക്കുന്നത് അതൊന്നുമല്ല. എന്നോട് ഹെയ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെയ്സോ ആണ് വാങ്സോയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു പാടെല്ലാം മാറ്റാൻ സഹായിച്ചതെന്ന്. പക്ഷേ ഇപ്പോൾ ഹെയ്സോ വളരെയധികം പേടിച്ചാണ് ഇരിക്കുന്നത്. അവൾ അങ്ങനെ ചെയ്തതുകൊണ്ട് തന്നെ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്നാണ് അവൾ പറയുന്നത്. പക്ഷേ എന്താണെന്നൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ല എന്ന്. ഇവിടെയുള്ള ഓരോരുത്തർക്കും അവർ പോലും അറിയാതെ ഓരോ കർത്തവ്യങ്ങൾ ചെയ്യാനുണ്ട്. വാങ്സോയുടെ മുഖത്തുള്ള പാട് മാറ്റാനാണ് ഹെയ്സു ഉണ്ടായിരുന്നതെങ്കിൽ എനിക്കുള്ളത് എന്തായിരിക്കും? ഞാൻ വളരെയധികം ക്യൂരിയസ് ആണ് എന്നും ബുക്ക് പറയുന്നു. ഹെയ്സു നടന്നു പോകുമ്പോൾ വാങ്സോ ഹെയ്സുവിനെ വാങ്സോയുടെ അടുത്തേക്ക് വലിക്കുന്നു. അങ്ങനെ ഹെയ്സു മുഖത്തേക്ക് നോക്കുമ്പോഴാണ് അത് വാങ്സോ ആണെന്ന് അറിയുന്നത്. പക്ഷെ വാങ്സോയുടെ മുഖത്തേക്ക് നോക്കി പേടിക്കുകയാണ് ഹെയ്സു ചെയ്തത്. ഞാനൊരു സർപ്രൈസ് തരാൻ വന്നതല്ലേ, അതിനാണോ നീ ഇത്രയ്ക്ക് പേടിക്കുന്നതെന്നൊക്കെ ഹെയ്സുവിനോട് വാങ്സോ ചോദിക്കുകയും ചെയ്യുന്നു. വാങ്സോ പറയുകയാണ്, ഞാനിന്ന് വളരെയധികം ഹാപ്പിയാണ്. അതിൻ്റെ പ്രധാന കാരണം നീ തന്നെയാണ്. ഞാൻ ഇന്ന് കിങ്ങിനെ അച്ഛ എന്ന് വിളിച്ചു. ഏകദേശം 15ഓളം വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മുഖത്തേക്ക് പോലും ശരിക്കും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് കിങ് എന്നോട് കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ പറഞ്ഞു. അതിനുശേഷം മുഖത്തൊരു പുഞ്ചിരിയെല്ലാമായി വാങ്സോ പറയുകയാണ്, അങ്ങനെ കിങ് എന്നോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതുവരെ ഞാൻ അനുഭവിച്ച എല്ലാ വേദനകളും ഒരു നിമിഷത്തേക്ക് ഞാൻ മറന്നുപോയെന്ന്. എല്ലാവർക്കും എന്നോട് നന്ദി മാത്രമാണ് പറയാനുണ്ടായിരുന്നത്. ഇപ്പോൾ ആരും തന്നെ എന്നെ പേടിക്കുന്നില്ല, ആരും എന്നെ മോൺസ്റ്റർ എന്നൊന്നും വിളിക്കുന്നുമില്ല. ഇപ്പോഴത്തെ എന്നെ എനിക്ക് തന്നെ ഇഷ്ടമായി തുടങ്ങിയിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും കാരണം നീ മാത്രമാണെന്ന് ഹെയ്സുവിനോട് വാങ്സോ പറയുന്നു. അപ്പോൾ ഹെയ്സു ഓർക്കുകയാണ്, ഞാൻ ഒരു തെറ്റും തന്നെ ചെയ്തിട്ടില്ല, ഞാൻ ചെയ്തത് ശരി മാത്രമാണ്. ഇതാണ് ശരിക്കുമുള്ള വാങ്സോ. ഹിസ്റ്ററിയിലെ വാങ്സോ എത്രമാത്രം ക്രൂവലായിരുന്നു. പക്ഷേ ഈ ഒരു വാങ്സോനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും ഈ വാങ്സോ ഹിസ്റ്ററിയിലെ പോലെ ആവാതിരുന്നാൽ മാത്രം മതിയെന്ന്. മാത്രമല്ല ഹെയ്സു ഓർക്കുകയാണ്, ഇപ്പോൾ ഞാൻ വാങ്സോയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഭാവിയിലെ ഗ്വാങ്ജോങ് ആയി ഒരിക്കലും വാങ്സോ മാറില്ല. അതിനുശേഷം ഹെയ്സു വാങ്സോയോട് പറയുകയാണ്, എനിക്കൊരു കാര്യം നീ വാക്ക് തരണം. ഒരിക്കലും നീ ദേഷ്യത്തോടെ ഇരിക്കാൻ പാടില്ല. എത്ര വിഷമം ഉണ്ടായാലും നീ ആരെയും കൊല്ലാനും പാടില്ല. അപ്പോൾ ഹെയ്സു ഓർക്കുകയാണ്, ഞാൻ ഉറപ്പായിട്ടും ഈ ഭാവി തന്നെ മാറ്റും. ഇവിടെയുള്ള ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവാതെ ഞാൻ എല്ലാവരും തന്നെ രക്ഷിക്കുമെന്ന്. കിങ് ടൈജോ ജനറലിനോട് പറയുകയാണ്, നിൻ്റെ മകൾക്കിപ്പോൾ കല്യാണപ്രായമൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് അവളുടെ വിവാഹം പെട്ടെന്ന് തന്നെ നടത്തണം. അതിനായിട്ട് ഇവിടെ കുറേ പ്രിൻസ് ഉണ്ടല്ലോ, നിനക്കിഷ്ടമുള്ള ഒരാളെ നീ സെലക്ട് ചെയ്തോളാൻ. അങ്ങനെ ഓരോ പ്രിൻസിൻ്റെ പേരെല്ലാം കിങ് പറയുകയാണ്. ജെങ്ങിന് നിൻ്റെ മകളെപ്പോലെ തന്നെ ഫൈറ്റിങ്ങിനൊക്കെ വളരെയധികം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അവർ രണ്ടുപേരും നല്ല ചേർച്ചയായിരിക്കും. എന്നാൽ നമുക്ക് ജെങ്ങിനെ തന്നെ ആലോചിക്കാമെന്ന് കിങ് പറയുന്നു. പക്ഷേ അപ്പോൾ ജനറൽ പറയുകയാണ്, രണ്ടുപേരും ഫൈറ്റിങ്ങിനൊക്കെ മിടുക്കന്മാരായതുകൊണ്ട് തന്നെ രണ്ടുപേരും തമ്മിൽ എപ്പോഴും ഫൈറ്റ് ഉണ്ടായി വെളിയിൽ നിന്ന് ഒരാൾ വന്ന് അവരെ തടയേണ്ടതായിട്ടൊക്കെ വരുമെന്ന്. എല്ലാ സ്ത്രീകളും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബേക്കായ ആയാലോ എന്ന് കിങ് ചോദിക്കുന്നു. ഇപ്പോൾ തന്നെ ഒരുപാട് ഗേൾസ് ബേക്കായിട്ട് പിറകെ നടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ബേക്കായ ആണെങ്കിൽ എൻ്റെ മകൾ അവരെ എല്ലാവരെയും കൊന്നു കളയാൻ വരെ സാധ്യതയുണ്ടെന്ന് ജനറൽ പറയുന്നു. നിങ്ങളുടെ മകളും വാങ്സോയും ഒരുമിച്ചായിരുന്നില്ല എല്ലാം പഠിച്ചത്. അതുകൊണ്ട് തന്നെ വാങ്സോനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് കിങ് പറയുന്നു. അപ്പോൾ ജനറൽ പറയുകയാണ്, ഒരാൾ ചെന്നായ്കളെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളും മറ്റൊരാൾ കരടീനെ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആളും, അങ്ങനെയുള്ള ആളുകളെ തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്നത് ഒട്ടും തന്നെ ശരിയല്ല എന്നും പറയുന്നു. ഇവരൊന്നും അല്ലെങ്കിൽ ജനറലിൻ്റെ മനസ്സിലുള്ള ആൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞിട്ട് ചോദിച്ച് പറയുന്നത് വൂക്കിൻ്റെ പേരാണ്. വൂക്കിന് അടുത്തൊരു വിവാഹം കഴിക്കാൻ സമയമായെന്നൊക്കെ ചോദിച്ച് പറയുമ്പോൾ ജനറൽ പറയുകയാണ്, നിങ്ങളെല്ലാവരും എന്തൊക്കെയാണ് ഈ പറയുന്നത്? അവിടെയുള്ള വേറൊരാളായി നിങ്ങളെല്ലാവരും മറന്നു പോയതാണോ എന്ന്. ഇനി ആരാണ് മിച്ചമുള്ളതെന്നറിയാൻ അവർ രണ്ടുപേരും നോക്കുമ്പോഴാണ് ഉണ്ണ അവിടെ നിന്ന് കളിക്കുന്നതെല്ലാം കാണുന്നത്. പാർക്ക് സൂണിന് ഉണ്ണിനെയാണ് ഇഷ്ടമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ജനറൽ ഉണ്ണിൻ്റെ പേര് തന്നെ പറഞ്ഞതും. ഇത്രയും പ്രിൻസ് ഇവിടെ ഉണ്ടായിട്ടും കുട്ടികളെ മാറാത്ത ഉണ്ണിനെ മാത്രമാണ് ജനറലിൻ്റെ മകൾക്ക് ആവശ്യം എന്നൊക്കെ ഓർത്തിട്ട് സർപ്രൈസ്ഡായിട്ട് നിൽക്കുകയാണ് ചോയ്ജിയും കിങ്ങും. കിങ് പ്രിൻസിനെ എല്ലാവരെയും കാണാൻ പോയിട്ട് അവരുടെയൊക്കെ എഫേർട്ടിന് ഒരുപാട് അപ്രീസിയേഷനൊക്കെ ആവശ്യമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. മാത്രമല്ല വാങ്സോനെ ഒരുപാട് പുകഴ്ത്തുകയും ചെയ്യുന്നു.
അപ്പോൾ വാങ്സോ കിങ്ങിനോട് പറയുകയാണ്, എനിക്കൊരു ആഗ്രഹമുണ്ട്, അതെനിക്ക് സാധിച്ചു തരാമോ എന്ന്. അതിനെന്താ, എന്ത് കാര്യമാണെങ്കിലും പറഞ്ഞോളാൻ കിങ് പറയുമ്പോഴത്തേക്കും വാങ്സോ ഹെയ്സുവിനെ നോക്കിയിട്ട് പറയുകയാണ്, അവൾ ചെയ്ത തെറ്റിന് അവളോട് ക്ഷമിക്കാൻ സാധിക്കുമോ എന്ന്. അതിനെന്താ, ക്ഷമിക്കാമല്ലോ എന്ന് കിങ്ങും പറയുന്നു. പക്ഷേ കിങ് ഹെയ്സുവിനെ സ്വതന്ത്രമായിട്ട് വിടുകയല്ല ചെയ്യുന്നത്, പകരം ഇപ്പോഴുള്ള റാങ്ക് കൂട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഹെയ്സ് കോട്ട് ലേഡി തന്നെയാണ്. പക്ഷേ ഇനി മുതൽ ഹെയ്സ് നോക്കേണ്ടത് വാങ്സോനെയാണ്. അടുത്തായിട്ട് ഒരു റോയൽ വെഡിങ് നമ്മുടെ ഇവിടെ നടക്കാൻ പോവുകയാണെന്നും കിങ് പറയുന്നു. ആരായിരിക്കും വരണമെന്നൊക്കെ ഓർത്ത് എല്ലാവരും പരസ്പരം നോക്കി നിൽക്കുമ്പോഴാണ് കിങ് പറയുന്നത്, ഉണ്ണാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്, അതും ജനറലുടെ മകളെ. പക്ഷേ ഉണ്ണിന് ഇഷ്ടം ഹെയ്സുവിനെ ആയിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്നൊക്കെ ഉൺ പറയുന്നു. മുട്ടിൽ നിന്നിട്ട് പറയുകയാണ്, ഈ ഒരു ഉത്തരവ് തിരിച്ചെടുക്കണം, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല എന്ന്. പക്ഷെ അതിന് മറുപടിയായി കിങ് പറയുന്നത്, ഞാൻ ഒരിക്കലും തന്ന ഉത്തരവ് പിൻവലിക്കില്ല, മറിച്ച് നിനക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെങ്കിൽ നിന്നെ കൊല്ലുകയാണ് ചെയ്യുക എന്ന്. ഉണ്ണിനൊന്നും സംഭവിക്കാതിരിക്കാനായിട്ട് വാഗ്മു ഉണ്ണിനോട് കിങ്ങിനോട് നന്ദിയെല്ലാം പറയാൻ പറഞ്ഞു വിടുന്നു. ഉണ്ണും മനസ്സിലാ മനസ്സോടൊക്കെ കിങ്ങിനോട് നന്ദി പറയുന്നു. അതിനുശേഷം ഉണ്ണ എണീറ്റ് കഴിയുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഹെയ്സുവിന് കൊടുക്കാനായി വെച്ചിരുന്ന മാർബിൾസ് എല്ലാം താഴെ വീഴുകയും ചെയ്യുന്നു. ഉണ്ണിനെയും കൂട്ടിക്കൊണ്ട് വൺ നടന്നു വരികയായിരുന്നു. ഉണ്ണിന് 2 ഭാര്യമാരാണ് ഇപ്പം നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ ഉണ്ണിനോട് കല്യാണത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയായിരുന്നു ഉൺ. അങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഒരു ഫൈറ്റൊക്കെ നടക്കുന്നുണ്ട്, നമുക്കത് കണ്ടിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആൾ പാക് സൂൺ ആണെന്നുള്ള കാര്യം വൺ മനസ്സിലാക്കുന്നത്. നമുക്കിവിടെ നിൽക്കണ്ട, ഈ ഫൈറ്റൊന്നും കാണാൻ കൊള്ളില്ല, പോയേക്കാന്നൊക്കെ വൺ പറയുന്നുണ്ട്. പക്ഷേ ഉൺ എന്താ നടക്കുന്നതെന്നൊക്കെ അറിയാൻ ആ ഫൈറ്റ് കാണുന്നു. പാർക്ക് സൂണും ജങ്ങുമായിട്ടായിരുന്നു ഫൈറ്റ്. എന്തായാലും ഫൈറ്റിൽ ലാസ്റ്റ് ജയിക്കുന്നത് പാർക്ക് സൂൺ തന്നെയാണ്. ഹെയ്സു വൂക്ക് ബ്രേസ്ലെറ്റ് എല്ലാം തന്നതിന് പകരമായിട്ട് ഒരു ഗിഫ്റ്റ് വൂക്കിന് കൊടുക്കുന്നു. ആ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഹെയ്സു സ്വന്തമായിട്ടുണ്ടാക്കിയ ഒരു സിൽക്ക് പില്ലോ ആയിരുന്നു. ഹെയ്സു വൂക്കിൻ്റെ പില്ലോ ആകണമെന്ന് ഹെയ്സുവിനോട് ലേഡി ഹെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതെ വൂക്കിന് പില്ലോ എല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ വൂക്കിന് ചെറിയൊരു നിരാശയൊക്കെ തോന്നുന്നു. അതിന് പകരമായി വൂക്ക് ഹെയ്സുവിനൊരു ബുക്കെല്ലാം ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നു. അത് വെറും ബുക്കായിരുന്നില്ല, അതൊരു ഫ്ലിപ്പ് ബുക്കായിരുന്നു. ഫ്ലിപ്പ് ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാലോ, അതിലൊരുപാട് ഡ്രോയിങ്സ് കാണും. ഓരോ പേജ് മറിക്കുമ്പോഴും ആ ഡ്രോയിങ്സ് എല്ലാം നീങ്ങുന്നതായിട്ട് നമുക്ക് തോന്നും. വൂക്കും ഹെയ്സും കൂടി സ്നോയിലൂടെ പോയ ആ ഒരു സീനൊക്കെ ആയിരുന്നു ആ ബുക്കിൽ വരച്ചിരുന്നത്. അങ്ങനെ ആ ബുക്കെല്ലാം തുറന്നു നോക്കുമ്പോൾ ഹെയ്സുവിന് ഒരുപാട് സന്തോഷമാകുന്നു. പക്ഷേ വൂക്കിന് അത്രയ്ക്ക് സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം വൂക്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഴ പെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു കോട്ട് ലേഡീനെ റിലീസ് ചെയ്യും, അല്ലെങ്കിൽ ഒരു റോയൽ മാരേജ് നടക്കും. പക്ഷേ ഇപ്പം നടക്കാൻ പോകുന്നത് റോയൽ മാരേജാണ്. ഇത്തവണ ഹെയ്സുവിനെ വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നൊക്കെ വൂക്ക് വിചാരിച്ചതാണ്. പക്ഷെ അത് നടന്നില്ല. അങ്ങനെ വൂക്ക് നിരാശയിൽ നിൽക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, ഇനിയും ഒരു ചാൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് നോക്കാമെന്ന്. ഇനി അങ്ങനെ ഒരു അവസരം കിട്ടാതിരുന്നെങ്കിലോ എന്ന് വൂക്ക് ചോദിക്കുമ്പോൾ ഹെയ്സ് പറയുകയാണ്, നീ എത്രത്തോളം കാലം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നോ അത്രത്തോളം കാലം ഞാൻ നിനക്ക് വേണ്ടിയും വെയിറ്റ് ചെയ്യുമെന്ന്. അതിനുശേഷം ഹെയ്സ് ഒരു കാര്യം ഓർക്കുകയാണ്, ഞാൻ എന്തുകൊണ്ടാണ് നിന്നോട് വെയിറ്റ് ചെയ്യാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് നിന്നോട് പറയാൻ സാധിക്കില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്തോ ഒന്ന് തെറ്റായി തന്നെ സംഭവിക്കുമെന്നാണ്. അങ്ങനെ വൂക്ക് ഹെയ്സുവിനോട് പറയുകയാണ്, അടുത്ത തവണ ഇവിടെ മഞ്ഞ് വീഴുമ്പോൾ നമ്മൾ 2 പേരും കൂടി ആ ബുക്കിലുണ്ടായിരുന്ന പോലെ തന്നെ അതേ സ്ഥലത്തൂടെ നടന്നു പോകുമെന്ന്. അപ്പോൾ ഹെയ്സു ഞാൻ കാത്തിരിക്കുമെന്നും പറയുന്നു. പിന്നീട് വൂക്ക് ഹെയ്സുവിനെ ഹഗ് ചെയ്തിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും പറയുന്നു. കിങ്ങിനുള്ള ടീ ഉണ്ടാക്കാൻ ഹെയ്സു ഓനെ സഹായിക്കുകയായിരുന്നു. അപ്പോൾ ഹെയ്സുവിനോട് പറയുകയാണ്, നീ വാങ്സോയോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. നിനക്ക് വാങ്സോയെ ഇഷ്ടമല്ലെങ്കിൽ നീ ആദ്യം തന്നെ തുറന്ന് പറയണം, അല്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമാകാൻ സാധ്യതയുണ്ട്. എനിക്കൊരാളുടെ ജീവിതം മാറ്റാൻ സാധിച്ചെങ്കിലോ എന്ന് ഹെയ്സ് ചോദിക്കുമ്പോൾ ലേഡിയോ പറയുകയാണ്, ഞാനും ഒരിക്കൽ ഒരാളെ സ്നേഹിച്ചതായിരുന്നു. ഞാൻ കരുതിയിരുന്നത് അയാൾ എനിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുമെന്നാണ്. പക്ഷെ അവസാനം വന്നപ്പോൾ അയാൾ എന്നെ കൈവിട്ടു. ഞാനും നിന്നെപ്പോലെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്, എനിക്ക് അയാളെ മാറ്റാൻ സാധിക്കുമെന്ന്. പക്ഷെ എനിക്കതിന് കഴിഞ്ഞില്ല, നിനക്കും അതിന് കഴിയില്ല എന്നും കോട്ട് ലേഡി പറയുന്നു. ആ ഒരാൾ ആരായിരിക്കുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അത് മറ്റാരുമായിരുന്നില്ല, കിങ് ടൈജോ ആയിരുന്നു. ഇനി മുതൽ നീ തന്നെ മേക്കപ്പൊക്കെ ചെയ്യണമെന്ന് വാങ്സോയോട് ഹെയ്സ് പറയുന്നു. എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്നും എന്തൊക്കെ സാധനങ്ങൾ ചേർത്താണ് മേക്കപ്പ് സാധനങ്ങൾ ഉണ്ടാക്കേണ്ടതെന്നും ഹെയ്സ് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇനി നീ ഇതൊന്നും എനിക്ക് വേണ്ടി ചെയ്തു തരില്ലേ എന്ന് വാങ്സോ ചോദിക്കുന്നു. എന്തിനു വേണ്ടിയാണ് നീ എൻ്റെ അടുത്ത് നിന്നും ഇങ്ങനെ അകലാനൊക്കെ ശ്രമിക്കുന്നത്? ഞാൻ നിന്നോട് മാത്രമാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്, നീ ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും വാങ്സോ പറയുന്നു. അപ്പോൾ ഹെയ്സ് പറയുകയാണ്, ഞാൻ ഒട്ടും തന്നെ മച്ചുറല്ല, ഞാൻ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ച് അതിനുവേണ്ടി എഫേർട്ട് എടുക്കുന്നുണ്ട്, അതെല്ലാം ഞാൻ മാറ്റാൻ പോവുകയാണ് എന്ന്.
നേരത്തെ ബേക്കായുമായിട്ട് സംസാരിച്ച ഒരു പെൺകുട്ടീനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് വൂഹി. വൂഹി ഒരു സാധാരണക്കാരി അല്ല എന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വൂഹി ഒരു വാളും കൊണ്ടുള്ള ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അങ്ങനെ കാടിൻ്റെ നടുക്ക് നിന്ന് ഇതെല്ലാം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ബേക്ക ഫ്ലൂട്ടെല്ലാം വായിക്കുന്നത് കേൾക്കുന്നത്. അങ്ങനെ ഫ്ലൂട്ട് വായിക്കുന്നതിനടുത്തേക്ക് പോകുകയും ചെയ്യുന്നു. കുറേയധികം കുട്ടികൾ ബേക്ക വായിക്കുന്നതെല്ലാം കേട്ടിരിപ്പുണ്ടായിരുന്നു. അവരുടെ അടുത്തേക്ക് വാളെല്ലാമായിട്ട് ചെല്ലുമ്പോൾ ആ കുട്ടികൾ പേടിക്കുകയും ചെയ്യുന്നു. ഞാൻ ആരെയും കൊല്ലാൻ വന്നതല്ല, മറിച്ച് ഒരു ഡാൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു എന്നൊക്കെ വൂഹി പറയുന്നു. കുട്ടികളോട് പേടിക്കണ്ട എന്നും പറയുന്നു. ബേക്കായ്ക്ക് ഇപ്പോഴാണ് വൂഹിനെ മനസ്സിലായത്. അപ്പോൾ ബേക്ക പറയുകയാണ്, എൻ്റെ ബുക്കെല്ലാം കീറിയത് നീ അല്ലായിരുന്നോ? ആ ബുക്ക് കീറിയതിന് പൈസയെല്ലാം എനിക്ക് തന്നിട്ട് നീ പോയാൽ മതിയെന്ന്. അഥവാ നിന്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നീ പ്രാക്ടീസ് ചെയ്യുന്ന ഡാൻസ് ഞങ്ങളെ കളിച്ച് കാണിച്ചാലും മതിയെന്നും പറയുന്നു. ഞാൻ അറിയത്തില്ലാത്ത ആളുകളുടെ മുമ്പിൽ ഡാൻസ് ഒന്നും കളിക്കാറില്ലെന്ന് വൂഹി പറയുമ്പോഴത്തേക്കും ഞാൻ ഇവിടുത്തെ പ്രിൻസ് ആയിട്ടുള്ള ബേക്കയാണെന്നൊക്കെ ബേക്ക പറയുകയും ചെയ്യുന്നു. പക്ഷെ ബേക്ക അത് പറയുമ്പോൾ വൂഹി വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 2 പേരെത്തുന്നു. അവരെ കണ്ടതുകൊണ്ട് തന്നെ വൂഹി പോവുകയും ചെയ്യുന്നു. വൂഹി പോകുമ്പോൾ ഡ്രസ്സിലുണ്ടായിരുന്ന ഒരു ചെയിനെല്ലാം താഴെ പോവുകയും ചെയ്യുന്നു. ഇന്ന് ഉണ്ണിൻ്റെ വിവാഹമാണ്. ഉണ്ണി ഇതുവരെയും റൂമിന് വെളിയിൽ ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പാർക്ക് സോൺ ഹെയ്സുനെ കാണാൻ എത്തുന്നു. എങ്ങനെയും ഈ വിവാഹം നടക്കുന്നിടത്തേക്ക് ഉണ്ണിനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പാർക്ക് സോൺ പറയുന്നു. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഉൺ കേൾക്കുകയുള്ളൂ. നിങ്ങൾ ഉണ്ണിൻ്റെ സെക്കൻഡ് വൈഫായിട്ട് വരുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല എന്നും പാർക്ക് സോൺ പറയുന്നു. ഉൺ വാതിലെല്ലാം തുറക്കാത്തത് കൊണ്ട് തന്നെ കോടാലി വെച്ചിട്ട് തല്ലി പൊടിക്കാനൊക്കെ നിൽക്കുകയായിരുന്നു ജങ്. അപ്പോഴാണ് ഹെയ്സുവിനെ കുട്ടിക്കൊണ്ട് പാർക്ക് സോൺ എത്തുന്നത്. ഹെയ്സു എത്തിക്കഴിയുമ്പോൾ തന്നെ ഉൺ ഡോറെല്ലാം തുറന്നു കൊടുക്കുന്നു. അങ്ങനെ ഹെയ്സു അകത്ത് കയറി ഉണ്ണുമായിട്ട് സംസാരിക്കുകയും ചെയ്യുന്നു. ഡ്രിങ്ക്സ് എല്ലാം കുടിച്ചുകൊണ്ടിരിക്കുന്ന ഉണ്ണിൻ്റെ അടുത്ത് ചെന്നിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിലെല്ലാം ഹെയ്സു പിടിച്ചു മാറ്റുന്നു. അപ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നായിരുന്നു ഉൺ ഹെയ്സുവിനോട് പറഞ്ഞത്. എനിക്കതെല്ലാം മനസ്സിലാകുമെന്നായിരുന്നു ഹെയ്സു മറുപടി പറഞ്ഞത്. നിനക്കെന്നെ ഇഷ്ടമായിരുന്നു. ഇപ്പോഴും നിനക്ക് ഇഷ്ടമില്ലാത്ത ഒരാളാണ് നീ വിവാഹം കഴിക്കാൻ പോകുന്നത്. അത് കേട്ട് കഴിയുമ്പോൾ ഉൺ ഹെയ്സുവിനോട് പറയുകയാണ്, എൻ്റെ സെക്കൻഡ് വൈഫാകാൻ ഹെയ്സുവിന് സമ്മതമാണോ എന്ന്. അപ്പോൾ ഹെയ്സു പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വേറെ ആരുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നായിരുന്നു. നീ പറയുന്നതെല്ലാം നുണയാണ്. ഞാൻ നിന്നോട് എൻ്റെ ആദ്യ ഭാര്യയാകാൻ പറഞ്ഞായിരുന്നെങ്കിലും നീ നോ എന്ന് മാത്രമേ പറയുണ്ടായിരുന്നുള്ളൂ. നിനക്കെന്നെ ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ട് പോലും എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു. നീ എന്തുകൊണ്ടാണ് എന്നെ ഇഷ്ടപ്പെടാത്തതെന്നൊക്കെ ഉണ്ണി ചോദിക്കുന്നു. നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിട്ടുള്ളതെന്ന് ഹെയ്സു പറയുന്നു. നീ എപ്പോഴേലും എന്നെ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ണി ചോദിക്കുമ്പോൾ ഹെയ്സു പറയുകയാണ്, ഞാൻ ഇപ്പോഴും നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും നിന്റെ സന്തോഷമെല്ലാം ആഗ്രഹിക്കുന്നതെന്നും ഹെയ്സു പറയുന്നു. അങ്ങനെ ഹെയ്സു ആ റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുമ്പോൾ ഹെയ്സുവിൻ്റെ കൂടെ ഉണ്ണുമുണ്ടായിരുന്നു. ഉണ്ണ് എനിക്ക് വിവാഹത്തിന് സമ്മതമാണെന്നെല്ലാം പറയുമ്പോൾ പാർക്ക് സോണും ഒരുപാട് സന്തോഷിക്കുന്നു. പാർക്ക് സോണിൻ്റെയും ഉണ്ണിൻ്റെയും വിവാഹവേദിയിൽ വെച്ച് ബ്രദേഴ്സ് എല്ലാവരും ഒരുപാട് ഗിഫ്റ്റെല്ലാം ഇവർക്ക് കൊടുക്കുന്നു. ഉണ്ണിന് വലിയ സന്തോഷമില്ലെങ്കിലും പാർക്ക് സോണും ബാക്കി ബ്രദേഴ്സും എല്ലാവരും തന്നെ വളരെയധികം ഹാപ്പി ആയിരുന്നു. അങ്ങനെ പാർക്ക് സോൺ ഇവരൊക്കെ ആയിട്ട് സംസാരിക്കുന്നതെല്ലാം കാണുമ്പോൾ ഹെയ്സുവിന് സന്തോഷമാകുന്നു. ഇവരെല്ലാവരും തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നതെല്ലാം ഹെയ്സു അകലെ നിന്നും കാണുന്നു. അങ്ങനെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് വാങ്സോയുടെ ഫേസ് എല്ലാം മാറുന്നതായിട്ടും ഹെയ്സു ശ്രദ്ധിക്കുന്നു. വീണ്ടും ഹെയ്സു ഫ്യൂച്ചർ കാണുകയാണ്. അങ്ങനെ ഫ്യൂച്ചറിൽ ഹെയ്സു കാണുന്നത് ബ്ലഡ് എല്ലാമായ വാളുമായിട്ട് നിൽക്കുന്ന വാങ്സോനെ ആയിരുന്നു. ഉണ്ണിൻ്റെ വൈഫ് നിലത്ത് മരിച്ചു കിടക്കുന്നതും വാങ്സോ ഉണ്ണിനെ കൊല്ലുന്നതുമായിരുന്നു ഹെയ്സു ഇത്തവണ കണ്ടത്. മാത്രമല്ല അതിൻ്റെ മുൻപിൽ നിന്ന് ചിരിക്കുന്ന വാങ്സോനെ കാണുമ്പോൾ ഹെയ്സു വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഹെയ്സു ഫ്യൂച്ചറെല്ലാം കണ്ടതിന് ശേഷം ഞെട്ടി നിൽക്കുന്നത് വൂക്കും വാങ്സോയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഹെയ്സു അവിടെ നിന്നും ഓടിപ്പോകുമ്പോൾ വൂക്ക് ഹെയ്സുവിൻ്റെ പിറകെ തന്നെ പോവുകയാണ്. നിനക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിച്ചു ചെല്ലുന്ന വൂക്കിനോട് ഹെയ്സു പറയുന്നത് ഇതായിരുന്നു, നീ വാങ്സോയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കണം. നീ ഒരിക്കലും വാങ്സോനെ തടയാൻ ശ്രമിക്കരുത്. അങ്ങനെ തടയുകയാണെങ്കിൽ നീയും എല്ലാവരും മരിക്കും. അങ്ങനെ ഹെയ്സ് പറയുകയാണ്, എനിക്കിനി ഈ പാലസിൽ നിൽക്കണ്ട, എനിക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയാൽ മതിയെന്ന്. ഹെയ്സുവിനെ സമാധാനിപ്പിച്ചുകൊണ്ട് വൂക്കും പറയുകയാണ്, നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന്. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ശരിക്കും മാത്രമേ നടക്കുകയുള്ളൂ എന്നൊക്കെ വൂക്ക് പറഞ്ഞ് ഹെയ്സുവിനെ സമാധാനിപ്പിക്കുമ്പോൾ ഹെയ്സു കരയുകയായിരുന്നു ചെയ്തിരുന്നത്. അന്ന് രാത്രി ഉണ്ണും വൈഫും കൂടി കിടന്നുറങ്ങാൻ നേരത്ത് എൻ്റെ കൂടെ കിടക്കണ്ട എന്നെല്ലാം ഉൺ പറയുകയാണ്. നമ്മളൊരു ഫോർമാലിറ്റിയുടെ പേരിൽ മാത്രം വിവാഹം കഴിച്ചവരാണ്. ഞാൻ ഇതുവരെയും നിന്നെ എൻ്റെ വൈഫായിട്ടൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ കാണുന്നതോടെ വരെ നമുക്കിങ്ങനെ കിടന്നാൽ മതിയെന്നും പറയുന്നു. എനിക്ക് കിടക്കാൻ ഈ ഒരു കട്ടിൽ മുഴുവൻ വേണമെന്ന് പറഞ്ഞിട്ട് ഉൺ കട്ടിലിൽ കിടക്കുന്നു. അതിനുശേഷം കള്ളയുറക്കമൊക്കെ ഉറങ്ങുകയും ചെയ്യുന്നു.
പാർക്ക് സൂൺ ഉണ്ണിനെ വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. എന്തായാലും നിലത്ത് കിടന്നാൽ മതിയെന്ന് പാർക്ക് സൂണും തീരുമാനിക്കുന്നു. അങ്ങനെ ഉണ്ണിനെ നോക്കി ചിരിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയും ചെയ്യുന്നു. പാർക്ക് സൂൺ ഉറങ്ങിയതിന് ശേഷം നിന്റെ ഫസ്റ്റ് ലവ് എല്ലാം സഫലമാവുന്നൊക്കെ ഹെയ്സ് പറഞ്ഞ കാര്യമൊക്കെ ഉണ്ണി ഓർക്കുന്നു. ഹെയ്സ് ശരിക്കും വലിയൊരു കള്ളിയാണെന്നും പറയുന്നു. അന്ന് രാത്രി ബൂക്കിന് ഉറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വാങ്സോയുടെ അടുത്തു നിന്നും നീ മാറി നിൽക്കണമെന്നെല്ലാം ഹെയ്സ് പറഞ്ഞത് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു ബൂക്ക്. ഹെയ്സ് ഒരിക്കലും വെറുതെ അങ്ങനെയൊന്നും പറയില്ല. ഇതിനെല്ലാം പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട് എന്ന് ബൂക്ക് ആലോചിക്കുന്നു. കിങ് ടൈജോ യോയോട് പാലസിൽ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് ഇനി മുതൽ മാറാനൊക്കെ പറയുന്നു. നീ ഇനി മുതൽ അവിടെയുള്ള ജോലികളെല്ലാം ചെയ്താൽ മതിയെന്ന് ടൈജോ പറയുമ്പോൾ അപ്പോൾ ഇവിടെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി എന്ത് ചെയ്യുമെന്നായിരുന്നു യോ ചോദിച്ചത്. അതിന് മറുപടിയായി ടൈജോ പറയുകയാണ് ഇനി മുതൽ ആ ജോലികളെല്ലാം വാങ്സോ ഏറ്റെടുത്ത് ചെയ്യുമെന്ന്. അങ്ങനെ കിങ് പറഞ്ഞതിന് ശേഷം യോ ചോദിച്ചോട് ചോദിക്കുകയാണ് കിങ് എന്നെ ഉപേക്ഷിച്ചതാണോ എന്ന്. കിങ് ഒരിക്കലും യോനെ ഉപേക്ഷിക്കില്ല എന്ന് ചോദിച്ച് പറയുന്നുണ്ടെങ്കിലും ഇപ്പോൾ യോയുടെ ഉള്ള സ്വഭാവത്തിലെല്ലാം മാറ്റം വരുത്തണമെന്നും ചോദിച്ച് പറയുന്നു. അങ്ങനെയൊക്കെ ചോദിച്ച് പറയുന്നത് യോയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടമാകുന്നില്ല. അങ്ങനെ യോ പറയുകയാണ് ഞാൻ തിരിച്ചു വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കണം. തിരിച്ചു വന്നാൽ ഒരിക്കലും നല്ലതായിരിക്കില്ല സംഭവിക്കുന്നതെന്ന്. ക്വീൻ തൻ്റെ 3 മക്കളെയും കൂട്ടി ഫുഡെല്ലാം കഴിക്കുകയാണ്. ക്വീൻ ഒരിക്കലും വാങ്സോനെ വിളിക്കാത്തതാണ്. അപ്പോഴിപ്പോൾ വിളിച്ചതിന് പിന്നിൽ വാങ്സോയോടുള്ള സ്നേഹമായിരിക്കും എന്നൊക്കെ വിചാരിച്ച് വാങ്സോയും ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ ഇവരുടെ പദ്ധതിയെല്ലാം തുടങ്ങുകയാണ്. ക്വീൻ പറയുകയാണ് വാങ്സോയോട് യോയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരുന്ന ജോലിയെല്ലാം വാങ്സോയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിലവും വാഗ്മോയുടെ കൂടെ ഉണ്ടാവുക ഇനി മുതൽ വാങ്സോ ആയിരിക്കും. എൻ്റെ ആഗ്രഹം യോനെ രാജാവാക്കണമെന്നാണ്. അതിനുവേണ്ടി നീ വാഗ്മോനെ കൊല്ലണമെന്ന് വാങ്സോയോട് ക്വീൻ പറയുന്നു. അതിന് മറുപടിയായി വാങ്സോ ചോദിക്കുകയാണ് യഥാർത്ഥത്തിൽ അമ്മയുടെ ആഗ്രഹം ഞാൻ വാഗ്മോനെ കൊല്ലണമെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞാനത് ചെയ്യാം. പക്ഷേ വാഗ്മോ മരിച്ചാൽ അടുത്ത കിങ് ഞാനായിരിക്കും. അമ്മയുടെ ആഗ്രഹം അമ്മയുടെ മകൻ കിങ് ആകണമെന്നല്ലേ? അമ്മയ്ക്ക് ഒരു മകൻ മാത്രമല്ലല്ലോ ഉള്ളത്, ഞാനും അമ്മയുടെ മകനല്ലേ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി കിങ് ആകാമെന്ന് വാങ്സോ പറയുന്നു. സ്വർഗത്തിലെ ആളുകളും എൻ്റെ കൂടെയല്ല ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കിരീടത്തിന് അവകാശി എന്തുകൊണ്ടും ഞാൻ തന്നെയാണ്. അത് കേൾക്കുമ്പോൾ ക്വീൻ പറയുകയാണ് നീ എന്താണ് നിന്നെക്കുറിച്ച് വിചാരിച്ചത്? കുറച്ച് പെയിൻ്റ് എല്ലാം മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുമെന്നാണോ? റെയിൻ റിച്വലിന് വാഗ്മോ വരാതിരുന്നതും നിന്റെ പേര് സെലക്ട് ചെയ്തതിനും പിന്നിൽ നിന്നോടുള്ള സ്നേഹമായിരുന്നില്ല എന്നും ക്വീൻ പറയുന്നു. ആ റിച്വൽ വാഗ്മോ ആയിരുന്നു നടത്തിയിരുന്നതെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെയുള്ള ആളുകളെല്ലാവരും വാഗ്മോനെ കൊല്ലുമായിരുന്നു. അതുകൊണ്ട് തന്നെ നിന്നെ ബലിയാടാക്കിയതാണെന്നും ക്വീൻ പറയുന്നു. വേറെ ഏത് മക്കൾ മരിച്ചാലും കിങ്ങിന് ഒരുപാട് വിഷമമാകും. പക്ഷേ നീയാണ് മരിക്കുന്നതെങ്കിൽ കിങ്ങിന് സന്തോഷമാകുകയുള്ളൂ എന്നും ക്വീൻ പറയുന്നു. ഈ ഒരു ആവശ്യം പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും എന്നെ ഇങ്ങോട്ട് വിളിപ്പിക്കരുതെന്ന് വാങ്സോ പറഞ്ഞിട്ടാണ് ക്വീൻ്റെ മുമ്പിൽ നിന്നും വാങ്സോ പോകുന്നത്. അങ്ങനെ വാങ്സോ പോയി കഴിയുമ്പോൾ ജങ് അമ്മയോട് ചോദിക്കുകയാണ് മക്കളെ എല്ലാവരെയും പരസ്പരം ശത്രുക്കളാക്കാനായിരുന്നെങ്കിൽ എന്തിനാണ് അവർക്കെല്ലാവർക്കും ജന്മം നൽകിയതെന്ന്. വാങ്സോ അങ്ങനെ ചങ്ക് തകർന്ന് നടന്നു പോവുകയായിരുന്നു. ഹെയ്സോ റൂമിന് വെളിയിൽ നിൽക്കുന്നതെല്ലാം വാങ്സോ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ഹെയ്സോനെ വാങ്സോ പിറകിൽ നിന്നും ഹഗ് ചെയ്യുന്നു. എനിക്ക് പോകണമെന്നൊക്കെ ഹെയ്സ് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ വാങ്സോ പറഞ്ഞത് കുറച്ചു നേരം എനിക്ക് വേണ്ടി ഇങ്ങനെ തന്നെ നിൽക്കാനായിരുന്നു. ഹെയ്സ് പറയുകയാണ് വാങ്സോയോട് എനിക്ക് നിങ്ങളെ ഭയമാണെന്ന്. ഇപ്പോൾ വാങ്സോനെ സമാധാനിപ്പിക്കുന്നതിന് പകരം ഹെയ്സ് പറയുകയാണ് ഞാൻ വിചാരിച്ചത് എനിക്ക് എല്ലാ കാര്യങ്ങളും മാറ്റാൻ സാധിക്കുമെന്നായിരുന്നു. പക്ഷേ എന്നെക്കൊണ്ടത് സാധിക്കില്ല. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അവസാനം നീ തന്നെ എല്ലാവരെയും നശിപ്പിക്കും. നീ ഇവിടുന്ന് പൊയ്ക്കോ. അതാണ് ഇവിടെ ഉള്ളവർക്കും നിനക്ക് നല്ലത്. എല്ലാവരെപ്പോലെയും നീയും എന്നെ പറഞ്ഞു വിടാൻ നോക്കുകയാണോ? നീ ഒരിക്കലും എന്നോടങ്ങനെ പറയരുത്. ഞാൻ നിർഭാഗ്യം കൊണ്ടുവരുന്നതിനാണ്, ഞാനൊരു മൃഗമാണ് എന്നൊക്കെ നീ പറയരുത്. നീയെങ്കിലും എന്നോടിങ്ങനെ ഒന്നും ചെയ്യരുത്. ഒന്നുമില്ലെങ്കിലും നീ എൻ്റേതല്ലേ എന്ന് വാങ്സോ ഹെയ്സുവിനോട് പറയും. ഞാൻ നിൻ്റേതല്ല എന്ന് ഹെയ്സു പറയുമ്പോൾ നീ എൻ്റേത് മാത്രമാണ്. എൻ്റെ അനുവാദമില്ലാതെ നിനക്കെന്നെ വിട്ടുപോകാനോ മരിക്കാനോ പോലും സാധിക്കില്ല എന്നും വാങ്സോ പറയുന്നു. അതിനുശേഷം വാങ്സോ ഹെയ്സുവിനെ കിസ് ചെയ്യുകയും ചെയ്യുന്നു. നീ എൻ്റെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സുവിനെ കിസ് ചെയ്യുന്ന ഒരു സീനോട് കൂടിയായിരുന്നു കഴിഞ്ഞൊരു എപ്പിസോഡ് അവസാനിച്ചത്. കിസ് ചെയ്തതിന് ശേഷവും കരഞ്ഞോണ്ട് നിൽക്കുന്ന ഹെയ്സുവിനെയും കൂട്ടിക്കൊണ്ട് വാങ്സോ അവിടെ നിന്നും പോകുന്നു. പാലസ് എല്ലാം വിട്ട് ഹെയ്സുവിനെയും കൂട്ടിക്കൊണ്ട് വാങ്സോ കുതിരപ്പുറത്ത് പോകുന്നതെല്ലാം ജങ് കാണുന്നുണ്ടായിരുന്നു. ജങ് ആണെങ്കിൽ വൂക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഹെയ്സും വാങ്സോയും കൂടി പോകുന്നതെല്ലാം കണ്ടു എന്ന് പറയുന്നു. പക്ഷെ വൂക്ക് അതൊന്നും വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ഹെയ്സുവിനെയും കൂട്ടി പാലസിന് വെളിയിൽ പോകാമെന്നൊക്കെ വൂക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജാവിൻ്റെ അനുവാദമില്ലാതെ ഒരിടത്തേക്കും പോകണ്ട എന്നായിരുന്നു ഹെയ്സ് പറഞ്ഞതും. പക്ഷേ ജങ് ഇപ്പോൾ വന്ന് പറയുന്നത് അത് ഹെയ്സു ആണെന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണെന്നായിരുന്നു. കോർട്ട് ലേഡീസിൻ്റെ പാലസിന് വെളിയിൽ പോകാനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല.
ഇപ്പോൾ വാങ്സോയാണ് ഹേസുവിനെ കൂട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. വാങ്സോ അല്ലെങ്കിൽ തന്നെ ഒരു റൂൾസും പാലിക്കാറില്ല. പക്ഷേ കിങ് ഇത് അറിയുവാണെങ്കിൽ ഉറപ്പായിട്ടും ഹേസുവിനെ ആയിരിക്കും ശിക്ഷിക്കുക. അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം ഹേസുവിൻ്റെ അടുത്ത് എത്തണമെന്നൊക്കെ ജങ് വൂക്കിനോട് പറയുന്നു. നീ ഇവിടെ നിന്നാൽ മതി, ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാമെന്നൊക്കെ വൂക്ക് പറയുമ്പോഴത്തേക്കും ജങ് പറയുകയാണ്, ഹേസുവിൻ്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ടെൻഷനെല്ലാം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാനും വൂക്കിൻ്റെ കൂടെ തന്നെ വരാമെന്നൊക്കെ. കുതിരപ്പുറത്തിരുന്ന് സൺറൈസ് എല്ലാം കാണുന്ന ഹേസുവിനെ വാങ്സോനെയാണ് പിന്നീട് കാണിക്കുന്നത്. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സേഫ് അല്ല എന്ന് ഹേസുവിൻ്റെ വോയിസ് പറയുകയാണ്. നമുക്കിവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട് പോയാലോ എന്നൊക്കെ ഹേസുവിൻ്റെ വോയിസ് പറയുമ്പോഴത്തേക്കും അതിന് മറുപടിയായി വാങ്സോയുടെ വോയിസ് പറയുകയാണ്, നിനക്ക് ആഗ്രഹം അതാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് പോകാമെന്ന്. ഒരിക്കൽ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. അതെന്തായാലും ഇപ്പം നടന്നുവെന്ന് വാങ്സോ ഹേസുവിനോട് പറയുന്നു. ഞാനിപ്പോഴും കൊട്ടാരത്തിൽ നിന്ന് പോകണമെന്നാണോ നീയും ആഗ്രഹിക്കുന്നത്? ഞാൻ ആർക്കും തന്നെ നിർഭാഗ്യം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല ഒരു കാര്യവുമില്ലാതെ ഞാൻ ആരെയും കൊല്ലുകയുമില്ല. അങ്ങനെ വാങ്സോ പറയുന്നത് കേൾക്കുമ്പോൾ ഹേസു ഓർക്കുകയാണ്, ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം സത്യമാവണമെന്നില്ല. അതിൻ്റെ ഹാലൂസിനേഷൻ ആകാനും ചാൻസ് ഉണ്ട്. ഞാൻ കണ്ടത് വാങ്സോനെ ആയിരുന്നില്ല, കിങ് ഗ്വാങ്ജോങ്ങിനെ ആയിരുന്നു. ഇപ്പോൾ ഞാൻ വാങ്സോയുടെ കൂടെ നിന്നിട്ട് അവനെ കിങ് ഗ്വാങ്ജോങ് ആകാതിരിക്കാൻ സമ്മതിക്കുകയാണെങ്കിൽ ആർക്കും ഒരബദ്ധം ഉണ്ടാവുകയില്ല. ഇപ്പോഴത്തെ വാങ്സോനെ പോലെ തന്നെ വളരെ നല്ലൊരാളായിട്ട് തന്നെ ഭാവിയിലും വാങ്സോ അറിയപ്പെടുമെന്നൊക്കെ ഹേസു ഓർക്കുകയും ചെയ്യുന്നു. വാങ്സോ ഹേസുവിനോട് പറയുകയാണ്, നീയൊന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിന്നെയും കൊണ്ട് ഇവിടെ നിന്ന് പോകാമെന്ന്. പക്ഷെ അത് കേൾക്കുമ്പോൾ ഹേസു പറയുകയാണ്, ഞാനൊരു കോട്ട് ലേഡിയാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് പാലസിന് വെളിയിലേക്ക് പോകാൻ സാധിക്കുകയില്ല. പക്ഷെ അതൊന്നുമല്ലാതെ മറ്റൊരു കാരണം കൂടിയുണ്ട്, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണ്. വേറൊരാളെ ഇഷ്ടമാണെന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വാങ്സോ ചോദിക്കുകയാണ്, അതാരാണ്, ബേക്കായാണോ എന്ന്. അത് ബേക്കായ അല്ല എന്ന് ഹേസു പറയുമ്പോൾ വാങ്സോ പറയുന്നു, വേറെ ആരായാലും എനിക്ക് കുഴപ്പമില്ല, എനിക്കവരെ കൊല്ലാൻ സാധിക്കുമെന്ന്. ഈ ലോകത്തിൽ തന്നെ വാങ്സോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഹേസുവിനെയും ബേക്കാനെയും ആയിരുന്നു. എനിക്ക് വേറെ ഒന്നും ആരെയും ആവശ്യമില്ല, എനിക്ക് നിങ്ങളെ മാത്രം മതിയെന്നായിരുന്നു വാങ്സോ പറഞ്ഞത്. യോൻ നിന്നെ അടിച്ച ദിവസം നീ എൻ്റേതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മുതൽ നീ എൻ്റേതാണ്. എന്നെ നീ ഞാനായിട്ട് തന്നെ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വേറൊരു എക്സ്പ്ലനേഷൻ്റെയും എക്സ്ക്യൂസിൻ്റെയും ആവശ്യമില്ല. നിനക്കെന്നെ പേടിയാണെന്നൊക്കെ പറഞ്ഞതും ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കൂടെയുള്ള ഒരേ ഒരാൾ നീ മാത്രമാണ്. ഞാൻ ഈ ചെയ്തതിനെല്ലാം നിന്നോട് ക്ഷമ ചോദിക്കുന്നു, നിന്നെ കിസ് ചെയ്തതിനും നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതിനും. നീ വേറൊരാളെ സ്നേഹിച്ചതിന് പേരിൽ ഒരിക്കലും ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തുകയില്ല എന്ന് ഹേസുവിനോട് പറഞ്ഞതിന് ശേഷം വാങ്സോയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഹെയർ പിൻ ഹേസുവിന് തിരിച്ചു കൊടുക്കുന്നു. ആ ഹെയർ പിൻ കൊടുക്കുന്ന സമയത്ത് ഹേസു പറയുകയാണ്, ഞാൻ നിന്നെ സഹായിക്കാൻ മാത്രമായിരുന്നു ശ്രമിച്ചത്, ഒരിക്കലും നീ എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല എന്ന്. ഹേസുവിൻ്റെ കൈകളിൽ ആ ഒരു ഹെയർ പിൻ വാങ്സോ വെച്ചതിന് ശേഷം പറയുകയാണ്, ഇത് നിനക്ക് സൂക്ഷിച്ചു വെക്കുകയോ അല്ലെങ്കിൽ ഇവിടെ തന്നെ കളഞ്ഞിട്ട് പോരുകയോ ചെയ്യാമെന്ന്. നിന്റെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോളാനും പറയുന്നു. വൂക്കും ചെങ്ങും കൂടി വരുന്ന വഴിക്ക് വാങ്സോനെ ഹേസുവിനെ കാണുന്നു. ഇപ്പോഴത്തന്നെ നീ പാലസിലില്ല എന്നുള്ള കാര്യം ചിലരെല്ലാം അറിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരും കൂടി അറിയുന്നതിന് മുമ്പ് തന്നെ നീ തിരിച്ചെത്തണമെന്ന് വൂക്ക് പറയുന്നു. എന്തായാലും നിന്നെ ജങ് തിരിച്ചു കൊണ്ടുവിടും എന്നൊക്കെ വൂക്ക് പറയുമ്പോൾ, കൊണ്ടുവന്നത് ഞാനാണ്, എനിക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനും അറിയാമെന്ന് വാങ്സോയും പറയുന്നു. വാങ്സോയും ഹേസുവും ഒന്നിച്ചു കൊട്ടാരത്തിലെത്തിയാൽ അവിടെയുള്ളവരൊക്കെ പല രീതിയിൽ സംസാരിക്കുമെന്നൊക്കെ വൂക്ക് പറയുന്നു. അതുകൊണ്ട് തന്നെ ജങ്ങിൻ്റെ കൂടെ തിരിച്ചു വരുന്നതാണ് നല്ലതെന്നും പറയുന്നു. പക്ഷെ വാങ്സോ പറയുകയാണ്, കിങ് ഇവളെ എനിക്ക് തന്നതാണെന്ന്. നിനക്ക് തന്നെന്നോ? അതിനർത്ഥമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങളും സംസാരിക്കാൻ എന്നൊക്കെ വൂക്ക് പറയുന്നുണ്ട്. ഞാൻ വാങ്സോയുടെ കൂടെ തന്നെ തിരിച്ചു പോയിക്കോളാം, നിങ്ങളിപ്പോൾ പൊക്കോളാനൊക്കെ ഹേസു അവരോട് പറയുന്നു. വാങ്സോയോട് വൂക്ക് പറയുകയാണ്, ഒരു കുഴപ്പവുമില്ലാതെ ഹേസുവിനെ തിരിച്ച് പാലസിൽ തന്നെ കൊണ്ടേയാക്കണം. ഇതുപോലെ ഹേസുവിനെ ഞാൻ പറഞ്ഞു വിടുന്ന അവസാനത്തെ നിമിഷമായിരിക്കും ഇതെന്ന് വൂക്ക് ചെങ്ങിനോടും പറയുന്നു. വാങ്സോ ഹേസുവിനെയും കൂട്ടിക്കൊണ്ട് പാലസിലെത്തുമ്പോൾ അവിടെ കോട്ട് ലേഡിയോ ഇവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഹേസുവിനെ വഴക്ക് പറയേണ്ട കാര്യമില്ല, എല്ലാത്തിനും കാരണം ഞാൻ മാത്രമാണെന്നൊക്കെ വാങ്സോ കോട്ട് ലേഡിയോട് പറയുന്നു. വാങ്സോ പോയി കഴിയുമ്പോൾ, നീ ഇപ്പോൾ വാങ്സോയോട് കാണിക്കുന്ന ഈ ഒരു ദയയാണ് പിന്നീട് നിനക്ക് ഏറ്റവും ദോഷമായിട്ട് വരിക എന്നെല്ലാം കോട്ട് ലേഡിയോ ഹേസുവിനോട് പറയുകയും ചെയ്യുന്നു. ഇയോ അമ്പെയ്യുകയായിരുന്നു. അത് കാണുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് വൂക്കും എത്തുന്നു. പക്ഷേ വൂക്ക് അമ്പെയ്യുമ്പോൾ ടാർജറ്റിലൊന്നും കൊണ്ടിരുന്നില്ല. എപ്പോഴും ഒരാളുടെ മുഖമായിരിക്കണം ആ ടാർജറ്റിൽ നമ്മൾ കാണുക. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും നിനക്ക് കൃത്യസ്ഥാനത്ത് തന്നെ അമ്പെയ്യാൻ സാധിക്കുമെന്നെല്ലാം യോ പറയുമ്പോൾ വാങ്സോയുടെ മുഖമായിരുന്നു വൂക്ക് ആലോചിച്ചത്. ഹെയ്സും വൂക്കും നേരത്തെ കണ്ടിരുന്ന അതേ ഗുഹയിൽ കാണുന്നു. വൂക്കിനൊരു പ്രശ്നവും ഉണ്ടാവരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ വൂക്കിൻ്റെ കൂടെ വരാതെ വാങ്സോയുടെ കൂടെ വന്നതെന്നൊക്കെ ഹേസു പറയുന്നു.
എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ നിരാശനാണ്. അത് മാത്രമാണ് എൻ്റെ പ്രശ്നമെന്നെല്ലാം വൂക്ക് ഹെയ്സൂനോട് പറയുകയും ചെയ്യും. നീ പാലസിന് വെളിയിൽ പോയാൽ എന്തെല്ലാം പ്രശ്നമായിരിക്കും നിനക്കുണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ വാങ്സോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു നിന്നെ കൂട്ടിക്കൊണ്ട് വെളിയിൽ പോകണമെന്ന്. പക്ഷെ വാങ്സോയാണ് അത് ചെയ്തത്. ഇനിയും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമെല്ലാം ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതെല്ലാം വാങ്സോ ചെയ്യും. നിന്നെ വിവാഹം കഴിക്കാൻ കിങ്ങിനോട് എനിക്ക് സമ്മതം ചോദിക്കാനുണ്ട്. നിന്നെ കിങ് വിവാഹം കഴിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് നിന്നെ നഷ്ടമായെന്നാണ് ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി എനിക്ക് നിന്നെ നഷ്ടപ്പെടുത്താൻ സാധിക്കുകയില്ല. നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ഈ പാലസിന് വെളിയിൽ വേറെ എവിടെയെങ്കിലും പോയി താമസിക്കാം. ഞാൻ ഇതുവരെ ലേഡി ഹേക്ക് കൊടുക്കാതിരുന്ന എൻ്റെ എല്ലാ സ്നേഹവും ഞാൻ നിനക്ക് തരാം. ഹെയ്സു, എൻ്റെ വൈഫാകാൻ നിനക്ക് സമ്മതമാണോ എന്ന് മൂക്ക് ഹെയ്സുവിനോട് ചോദിക്കുന്നു. ഹെയ്സു അപ്പോൾ ഒരുപാട് കാര്യങ്ങളായിരുന്നു ആലോചിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഞാൻ വൂക്കിനോട് എനിക്ക് സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് വാങ്സോവിനെ തടയാൻ സാധിക്കുകയില്ല. അങ്ങനെ വാങ്സോവിനെ തടയാതിരുന്നിട്ടുണ്ടെങ്കിൽ വാങ്സോ ഉറപ്പായിട്ടും വൂക്കിനെ കൊല്ലും. മാത്രമല്ല ബാക്കി ബ്രദേഴ്സിനെ എല്ലാവരെയും കൊന്ന് ഗ്വാങ്ജോങ് ആവുകയും ചെയ്യും. അത് സംഭവിക്കാൻ പാടില്ല. ഹെയ്സു ഒരു മറുപടി പറയാതെ ഇരിക്കുന്നത് കാണുമ്പോൾ നിനക്കെന്നെ ഇഷ്ടമല്ലേ എന്ന് ഒരിക്കൽ കൂടി വൂക്ക് ഹെയ്സുവിനോട് ചോദിക്കുന്നു. പക്ഷെ അതിനൊരു മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ലേഡിയോ അങ്ങോട്ടേക്ക് എത്തുന്നു. അവിടെ എത്തിയിട്ട് പറയുകയാണ്, നിങ്ങളിതുപോലെ സീക്രട്ട് മീറ്റിംഗ് എല്ലാം കൂടുന്നുണ്ടെന്ന് അറിയുവാണെങ്കിൽ ഉറപ്പായിട്ടും കിങ് ഹെയ്സുവിനെ കൊല്ലും. അതുകൊണ്ട് തന്നെ ഇനി ഇതുപോലത്തെ അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. ഞാനിപ്പോൾ ഹെയ്സുവിനെ കൂട്ടിക്കൊണ്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് ലേഡിയോ ഹെയ്സുവിനെ കൂട്ടിക്കൊണ്ട് പോകുന്നു. ലേഡി ഹോ ഹേസുവിനോട് പറയുകയാണ്, ഞാനെനിക്ക് ഇങ്ങനൊരു അസുഖമുള്ള കാര്യം പാലസിൽ പറയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർ എന്നെ വെളിയിൽ ചികിത്സിക്കാനൊക്കെ വിടും. അങ്ങനെ വിടുമ്പോൾ ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് പോകാം. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ നിന്നും മാറി താമസിക്കാം. പക്ഷേ അത് ഹെയ്സു തടയുന്നു. ഹെയ്സു പറയുകയാണ്, വൂക്ക് എന്നോട് വിവാഹം കഴിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും അതിന് സമ്മതമാണ്. പക്ഷേ വൂക്കിന് മാത്രമല്ലല്ലോ, വാങ്സോയ്ക്ക് നിന്നെ ഇഷ്ടമല്ലേ? അതുകൊണ്ട് തന്നെ നീ ഒരാളോട് സമ്മതമാണെന്ന് പറയുകയാണെങ്കിൽ മറ്റൊരാൾ അയാളെ കൊല്ലുക തന്നെ ചെയ്യും. നീ കാരണം അവരും കൂടി അപകടത്തിൽപ്പെടുകയുള്ളൂ. അങ്ങനെ ലേഡിയോ പറയുമ്പോൾ ഹെയ്സ് പറയുകയാണ്, എനിക്ക് വൂക്കിനെ നല്ലതുപോലെ തന്നെ അറിയാം. വൂക്ക് ഒരിക്കലും മാറുകയില്ല. എനിക്ക് വൂക്കിനെ വിശ്വാസമാണെന്നൊക്കെ ഹെയ്സു പറയുകയും ചെയ്യുന്നു. അത് കേൾക്കുമ്പോൾ ലേഡിയോ പറയുകയാണ്, ഇവിടെ പാലസിലുള്ള എല്ലാവരും തന്നെ മാറുന്നവരാണ്. പ്രോമിസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒന്നും തന്നെയല്ല. ഞാനും ഒരിക്കലും ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് മറ്റാരുമല്ല, കിങ് തന്നെയായിരുന്നു. പക്ഷേ ഞാനാണോ ഇവിടുത്തെ കിരീടമാണോ വലുതെന്ന് ചോദിച്ചപ്പോൾ കിങ് കിരീടത്തെയാണ് ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ആരെയും നീ ഒരിക്കലും വിശ്വസിക്കരുത് എന്ന് കോർട്ട് ലേഡി പറയുന്നു. എനിക്കെന്നും കിങ്ങിൻ്റെ കൂടെ മാത്രം ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ലൈഫ് പോലും കളഞ്ഞിട്ട് ഇവിടെ കോർട്ട് ലേഡി ആയിട്ട് നിൽക്കുന്നത്. നേരത്തെ എന്നെ എല്ലാവരും കിങ്ങിൻ്റെ ലവർ എന്നൊക്കെ വിളിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ കിങ്ങിൻ്റെ ലവേഴ്സിനെ എല്ലാവരും സെർവ് ചെയ്യുന്ന വെറുമൊരു ജോലിക്കാരി മാത്രമായി മാറിയിരിക്കുകയാണ്. ഹേസു, നിനക്കൊരിക്കലും എൻ്റെ ഗതി വരരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇതെല്ലാം പറയുന്നതെന്ന് കൊട്ലേഡിയോ പറയുന്നു. പക്ഷേ എനിക്ക് വൂക്കിനെ വിശ്വാസമാണ്. വൂക്ക് ഒരിക്കലും എന്നെ ചതിക്കുകയില്ല. മാത്രമല്ല വൂക്കിൻ്റെ കിരീടത്തിൽ ഒരു മോഹവും തന്നെയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് കഴിയുമെന്നെല്ലാം ഹേസു പറയുന്നു. ഹേസുവിനെ ഒരു രീതിയിലും കൺവിൻസ് ചെയ്യാൻ സാധിക്കുന്നില്ലല്ലോ എന്ന വിഷമത്തിലായിരുന്നു കോട്ലേഡിയോ. വാങ്സോ നൽകിയ ആ ഒരു ക്ലിപ്പ് എടുത്ത് ഹേസു നോൽക്കുന്നു. ഹെയ്സ് വരുന്നതും കാത്ത് വാങ്സോ കൊട്ടാരത്തിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഹെയ്സിനെ കണ്ടു കഴിയുമ്പോൾ വാങ്സോയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കോട്ട്ലേഡിയോ നിന്നെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ, അതൊക്കെ അറിയാനാണ് ഞാൻ വന്നതെന്നൊക്കെ വാങ്സോ പറയുന്നു. വാങ്സോയുടെ മുഖത്തെ മേക്കപ്പിന് ചെറിയ മാറ്റമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹെയ്സ് വാങ്സോനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. വാങ്സോയുടെ മേക്കപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള ഹെയ്സിൻ്റെ ഒരു വോയിസും കൂടി കേൾപ്പിക്കുന്നു. ഹെയ്സ് പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഒരിക്കലും നിന്നെ ഭയപ്പെട്ടിരുന്നില്ല. മാത്രമല്ല ഞാൻ നിന്നെ വെറുത്തിരുന്നുമില്ല. മറിച്ച് നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഒരുപാട് ആശങ്കയുണ്ടാകുന്നു. ഹെയ്സ് വാങ്സോനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. മേക്കപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഹെയ്സ് പറയുകയാണ്, നമുക്ക് ഒരാളോട് പല രീതിയിലുള്ള ഇഷ്ടങ്ങൾ തോന്നാമെന്ന്. നമ്മളെ സഹായിക്കുന്ന ഒരാളെ ഉറപ്പായിട്ടും നമ്മൾ ഇഷ്ടപ്പെടും. പക്ഷെ അയാളെ നമ്മൾ ലവറാക്കില്ല. പകരം അയാളെ നമ്മൾ വിളിക്കുക ഫ്രണ്ട് എന്നായിരിക്കും. എനിക്ക് തോന്നുന്നത് ഞാൻ നിൻ്റെ ഫ്രണ്ടാണോ ലവറാണോ എന്ന് നിനക്കാകെ കൺഫ്യൂഷനായിട്ടിരിക്കുകയാണെന്നാണ്. നീ അതൊക്കെ നല്ലതുപോലെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ആരായിരുന്നു എന്ന് നിനക്ക് ശരിക്കും മനസ്സിലാകുമെന്നെല്ലാം ഹെയ്സ് പറയുന്നു. പക്ഷെ അത് കേട്ട് കഴിയുമ്പോൾ വാങ്സോ പറയുകയാണ്, എനിക്കത് രണ്ടും രണ്ടല്ല, മറിച്ച് ഒന്ന് തന്നെയാണ്. നീ ഇപ്പോൾ എന്നെ അകറ്റി നിർത്താനാണ് നോക്കുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അതൊന്നും എൻ്റെ അടുത്ത് നടക്കില്ല എന്ന് ഹേസുവിനോട് വാങ്സോ പറയുന്നു. അതിനുശേഷം വാങ്സോ ഹേസുവിനെ കിസ് ചെയ്യാൻ വരുമ്പോൾ ഹേസു മുഖത്ത് കൈവച്ച് മറയ്ക്കുന്നു. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഇനി നിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഞാൻ നിന്നെ കിസ് ചെയ്യില്ല എന്ന് വാങ്സോയും ഹേസുവിനോട് പറയുന്നു.
ഹെയ്സു നടന്നു വരുന്നതെല്ലാം ചെങ് കാണുമ്പോൾ ഹെയ്സിൻ്റെ അടുത്തെത്തിയിട്ട് നീ പാലസിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാകും ഉണ്ടാവുക എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു എന്നെല്ലാം ചെങ് പറയുന്നു. പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ സൺറൈസ് കാണാൻ വേണ്ടി മാത്രം പോയതാണെന്നൊക്കെ ഹെയ്സുവും പറയുന്നു. നീ വാങ്സോയുടെ സ്ഥാനത്ത് നിന്നും ചിന്തിച്ചു നോക്കണമെന്ന് ചെങ്ങിനോട് ഹെയ്സു പറയുന്നു. വാങ്സോയ്ക്ക് ഇതുവരെയും അമ്മയുടെ സ്നേഹമൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മളാണ് വാങ്സോയുടെ കൂടെ നിൽക്കേണ്ടതെന്നൊക്കെ ഹെയ്സു പറയുകയും ചെയ്യുന്നു. വൂക്ക് അമ്മേനെ യോനെ വിളിച്ചിരുത്തിയിട്ട് പറയുകയാണ്, ഞാൻ കിങ്ങിനോട് ഹെയ്സുവിനെ വിവാഹം കഴിച്ചോട്ടെ എന്നുള്ള പെർമിഷനെല്ലാം മേടിക്കാൻ പോവുകയാണ്. എനിക്കൊരിക്കലും കിരീടത്തിന് അവകാശിയായി ഇരിക്കണമെന്ന് ആഗ്രഹമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി വേറെ എങ്ങോട്ടേലും മാറി താമസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. എന്നെയും അമ്മേനെയും ഇവിടെ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതെ നിർത്തിയിട്ട് പോകാനാണോ നിങ്ങളുടെ തീരുമാനമെന്നെല്ലാം യോൻ ചോദിക്കുകയും ചെയ്യുന്നു. വൂക്ക് പറയുന്നതെല്ലാം കേട്ട് കഴിയുമ്പോൾ ക്വീൻ പറയുന്നത്, നിന്റെ ആഗ്രഹം പോലെ തന്നെ നീ ചെയ്തോളാനാണ്. എന്ത് സംഭവിച്ചാലും നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണമെന്നും പറയുന്നു. വൂക്ക് പോയി കഴിയുമ്പോൾ യോൻ അമ്മയോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അമ്മ വൂക്കിനെ തടയാതിരുന്നത്? വൂക്ക് രാജാവായി നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ പാലസിൽ നിന്നും തന്നെ വെളിയിലാകും. ഞാനൊരു കിങ്ങിൻ്റെ സിസ്റ്ററായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലാതെ ഒരു കിങ്ങിൻ്റെ വൈഫായിട്ടല്ല. അഥവാ വൂക്ക് കിങ് ആവാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കിങ്ങിൻ്റെ വൈഫായിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ വൂക്ക് എൻ്റെ കീഴിലായിട്ടേ വരികയുള്ളൂ. എനിക്കതിന് താല്പര്യമില്ല. അങ്ങനെ അമ്മയും തന്നെ സഹായിക്കില്ല എന്ന് മനസ്സിലാക്കിയ യോൻ എത്തുന്നത് ക്വീൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ ക്വീൻ്റെ അടുത്തെത്തിയിട്ട് എനിക്ക് നിങ്ങളോടൊരു കഥ പറയാനുണ്ടെന്ന് യോൻ പറയുന്നു. പക്ഷെ എന്താണ് യോൻ പറയുന്നതെന്ന് നമ്മളെ ആരെയും കേൾപ്പിക്കുന്നില്ല. പുതിയൊരു നർത്തകി എത്തിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞ് അതാരാണെന്ന് നോക്കാൻ ബേക്ക എത്തുന്നു. അപ്പോഴാണ് ബേക്കയ്ക്ക് മനസ്സിലാകുന്നത് അത് വൂഹയായിരുന്നു എന്ന്. ഞാനിവിടെ ഈ ഒരു നൃത്തം അവതരിപ്പിക്കാൻ വേണ്ടി മാത്രം എത്തിയതാണെന്നൊക്കെ വൂഹിയും പറയുന്നുണ്ട്. ഇപ്പോഴെന്നെ പരിചയപ്പെട്ടില്ലേ, ഇനി പോയിക്കൂടെ എന്നെല്ലാം വൂഹി ചോദിക്കുമ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ 3 തവണ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പരസ്പരം പേരെല്ലാം അറിഞ്ഞിരിക്കാമെന്നൊക്കെ ബേക്കായും പറയുന്നു. എൻ്റെ പേര് ബോക്സോൺ എന്നാണൊക്കെ വൂഹി നുണ പറയാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ വൂഹിയെന്ന് വിളിച്ചത്. അങ്ങനെ വൂഹി എന്നാണ് പേരെന്നൊക്കെ ബേക്കായിക്ക് മനസ്സിലാകുന്നു. ക്വീനും വോണും കൂടി മിനിസ്റ്ററായിട്ടുള്ള പാർക്കിനെ കാണുന്നു. പാർക്കിനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് കിങ് ടൈജോനെയും വാങ്സോനെയും തമ്മിൽ തെറ്റിക്കുക എന്ന്. അതിന് മറുപടിയായി പാർക്ക് പറയുകയാണ്, വാങ്മോൻ്റെ ശത്രുവാണ് വാങ്സോ എന്ന് കിങ്ങിനെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്സോനെ കിങ് അവോയ്ഡ് ചെയ്യും. ക്വീൻ ഇപ്പോൾ വാങ്സോയുടെ കൂടെ നിൽക്കുന്നത് പോലെ അഭിനയിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള കാര്യമെല്ലാം ഞാൻ തന്നെ ചെയ്തോളാമെന്നും പാർക്ക് പറയുന്നു. പാർക്കിനോട് വോൺ പറയുകയാണ്, വാങ്മുവിൻ്റെ കയ്യിലുള്ള ഏതെങ്കിലും സീക്രട്ടായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം മോഷ്ടിച്ചിട്ട് വാങ്സോയ്ക്ക് കൊടുക്കണം. അപ്പോൾ വാങ്മുവും അത് വാങ്സോ ആയിരിക്കും മോഷ്ടിച്ചതെന്ന് വിചാരിക്കും. എന്തായാലും നമ്മൾ എല്ലാ കാര്യവും ശരിക്ക് തന്നെ ചെയ്യണമെന്നെല്ലാം ക്വീനും പറയുന്നു. ബേക്ക വാങ്സോനെ കാണാൻ എത്തിയതിനു ശേഷം ചോദിക്കുകയാണ്, നീ ഹെയ്സുവിനെ വെളിയിലേക്ക് കൊണ്ടുപോയി എന്നെല്ലാം പറയുന്നത് സത്യമാണോ എന്ന്. അത് സത്യമാണെങ്കിൽ നീ എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്? ഹെയ്സുവിനെ അങ്ങനെ വെളിയിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആരൊക്കെ എന്തൊക്കെ പറയുമെന്ന് നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? ഹെയ്സുവിന് കിട്ടാൻ പോകുന്ന പണിഷ്മെൻറ്റിനെ കുറിച്ചൊക്കെ നിനക്കറിയാമോ? എന്തായാലും ഹെയ്സുവിന് ഒരു പ്രശ്നവും ഉണ്ടാവാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുമെന്നും ബേക്ക പറയുന്നു. ഞാൻ ഒരിക്കലും ഹെയ്സുവിന് പ്രശ്നമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും വാങ്സോ പറയുന്നു. അതിനുശേഷം ബേക്കയ്ക്ക് മനസ്സിലാകുകയാണ് വാങ്സോയ്ക്ക് ശരിക്കും ഹെയ്സുവിനെ ഇഷ്ടമാണെന്നുള്ളത്. ബേക്കയുടെ തോളിലെല്ലാം കൊട്ടിയിട്ട് വാങ്സോ പറയുകയാണ്, നീയും ഹെയ്സുവും മാത്രമാണ് എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളതെന്ന്. ഇവരുടെ ഇടയിലേക്ക് ചോദിച്ചു വന്നിട്ട് ഒരു ബാഡ് ന്യൂസ് ഉണ്ടെന്ന് പറയുന്നു. ക്രൗൺ പ്രിൻസിൻ്റെ അമ്മയുടെ ഫാമിലിയിലുള്ള ആളുകളെല്ലാവരും ചേർന്നിട്ട് നികുതി തട്ടിപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മിനിസ്റ്റേഴ്സിനെ എല്ലാവരെയും വിളിച്ച് ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ അവർ പറഞ്ഞത് വാങ്മോന് പകരം വാങ്സോനെ അടുത്ത രാജാവാക്കിയാൽ മതിയെന്നായിരുന്നു. ഇപ്പോൾ തന്നെ റെയിൻ റിച്വൽ എല്ലാം വാങ്സോ തന്നെയായിരുന്നു ചെയ്തിരുന്നത്. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും വാങ്സോനെ ഒരുപാട് ഇഷ്ടവുമാണ്. ബുണ്ണാണെങ്കിൽ പോലും വന്നിട്ട് പറയുകയാണ് എല്ലാത്തിനും കാരണം വാങ്സോയാണ് ഇപ്പോൾ ഇങ്ങനൊരു സംഭവം നടന്നതൊക്കെ ആളുകളെ എല്ലാവരെയും അറിയിച്ചത്. കിങ് വാങ്സോനെ വിളിപ്പിച്ചതിന് ശേഷം പറയുകയാണ്, ഇപ്പോഴീ പ്രശ്നമെല്ലാം ഉണ്ടായതിന് കാരണക്കാരി എന്ന് പറയുന്നത് ക്വീൻ തന്നെയാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ നീ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഇതിനൊരു പരിഹാരമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നീ എത്രയും വേഗം ഷിൻചുവിലേക്ക് മടങ്ങിപ്പോകണമെന്ന് കിങ് പറയുന്നു. റാങ്ക് കൂടുതലുള്ള ഒരു കോട്ട് ലേഡി വന്നിട്ട് മറ്റൊരു കോട്ട് ലേഡിയുടെ കയ്യിൽ പോയിസൺ എല്ലാം കൊടുക്കുന്നു. അതിനുശേഷം അവളുടെ കയ്യിൽ കൊടുത്ത് അവളെ കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിപ്പിക്കണമെന്ന് പറയുകയും ചെയ്യുന്നു. പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് ആ കോട്ട് ലേഡി തിരിച്ചു വന്ന് പറയുമ്പോഴാണ് ഈ പോയിസൺ എല്ലാം കൊടുത്തത് യോൻഹയാണെന്ന് നമ്മളെ കാണിക്കുന്നത്. വാങ്സോ ക്വീൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെയെല്ലാം ചെയ്തത്?
ഞാൻ എന്ത് തെറ്റാണ് അമ്മയോട് ചെയ്തതെന്നൊക്കെ. പക്ഷെ അതിന് മറുപടിയായി ക്വീൻ പറയുകയാണ്, നിനക്കല്ലായിരുന്നോ കിരീടം വേണമെന്ന് നിർബന്ധം, അതുകൊണ്ട് തന്നെ അതിന് നിന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ഞാൻ ചെയ്തതെന്ന്. എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് പോലെ ആക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുന്നുണ്ടെന്നൊക്കെ വാങ്സ് പറയുന്നു. അപ്പോൾ ചിരിച്ചുകൊണ്ട് ക്വീൻ പറയുകയാണ്, അടുത്ത ദിവസം വിഷമടങ്ങിയ ചായയെല്ലാം കുടിച്ചിട്ട് വാഗ്മു മരിക്കും, ഞാൻ അതിനുള്ള വിഷമെല്ലാം കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് ക്വീൻ വാങ്സോയോട് പറയുന്നു. നിങ്ങൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, എല്ലാം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്നൊക്കെ വാങ്സു പറയുന്നു. നിനക്കൊന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല, അഥവാ നീ ആരോടേലും ഞാൻ അവൻ്റെ ചായയിൽ വിഷം കലർത്താൻ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ, അങ്ങനെ ആരെങ്കിലും എന്നോട് വന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു മറുപടി മാത്രമേ അവരോട് പറയുകയുള്ളൂ, വാങ്സോനെ കിങ് ആക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന്. നീ നിന്റെ കഴുത്ത് തന്നെ മുറുക്കാനാണ് ശ്രമിക്കുന്നത്, നിന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നീ അത് തടയരുതെന്നും ക്വീൻ പറയുന്നു. നിന്നെ ഇവിടെ നിർത്താൻ കിങ്ങിന് യാതൊരു ദേഷ്യവുമില്ല, ഇപ്പോൾ നീ ഇത് തടയാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും വാഗ്മു മരിക്കും, പക്ഷേ നീ ആഗ്രഹിച്ചതെല്ലാം നിനക്ക് ലഭിക്കും. ഇതിൻ്റെ പേരിൽ നിനക്കൊരു കുഴപ്പവും ഉണ്ടാകില്ല, ഒരു കോട്ട് ലേഡി മരിക്കും, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ നീ തടയാതിരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പാലസിൽ തന്നെ നിനക്ക് കഴിയാൻ സാധിക്കും. മാത്രമല്ല വാഗ്മു മരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കിങ് നീയാവുകയും ചെയ്യും. അതിനുശേഷം ക്വീൻ പറയുകയാണ്, നീ എന്നെ വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി, നീ ആഗ്രഹിക്കുന്നതെല്ലാം നിനക്ക് ലഭിക്കുമെന്ന്. മിനിസ്റ്റർ പാർക്ക് വൂഹിയുമായി സംസാരിക്കുന്നു. ഇപ്പോഴാണ് വൂഹി ആരാണെന്നുള്ള കാര്യമെല്ലാം നമ്മളെ അറിയിക്കുന്നത്. കിങ് ടൈജോ 3 കിങ്ഡത്തിനെയൊക്കെ കൂട്ടിയിട്ടായിരുന്നു ഗോറിയോ എന്ന് പറയുന്ന പുതിയൊരു രാജ്യമെല്ലാം നിർമ്മിച്ചത്. അതിലെ ഒരു കിങ്ഡത്തിലെ പ്രിൻസസ് ആയിരുന്നു ഈ വൂഹി. വൂഹി ഇവിടെ എത്തിയത് പോലും കിങ് ടൈജോനെ കൊല്ലാനായിരുന്നു. ഈ ഒരു മിനിസ്റ്റർ വൂഹിയുടെ അങ്കിളായിട്ട് വരും. പ്രതികാരം ചെയ്യാൻ മാത്രം നിൻ്റെ കയ്യിൽ എന്താണോ ഉള്ളതെന്നെല്ലാം വൂഹിയുടെ ആ ഒരു അങ്കിള് കളിയാക്കിക്കൊണ്ടൊക്കെ വൂഹിയോട് ചോദിക്കുന്നു. പക്ഷേ വൂഹിയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വെപ്പണെല്ലാം എടുത്ത് വൂഹി അയാളെ തിരിച്ചറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അപ്പോഴാണ് ബേയ്ക്ക അവിടെ എത്തിയത്. ബേയ്ക്ക വന്നിട്ടുണ്ടെന്ന് വൂഹി കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിൽ അത്രയ്ക്ക് വലിയ ഇഷ്യൂ ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ പെട്ടെന്ന് ആ പ്രശ്നമെല്ലാം സോൾവ് ആക്കി പോകാനും നോക്കുന്നു. അങ്ങനെ ആ മിനിസ്റ്റർ നടന്നു പോകുമ്പോൾ ബേയ്ക്ക ഒളിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നു. കാരണം ബേയ്ക്കനെ ആ മിനിസ്റ്റർക്ക് അറിയാമായിരുന്നു. അതിനുശേഷം വൂഹിയുടെ അടുത്ത് എന്നിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ വൂഹി പറയുകയാണ്, എനിക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് അറിയണമായിരുന്നെങ്കിൽ ഒരിക്കലും അവിടെ ഒളിച്ചു നിൽക്കുകയായിരുന്നില്ല വേണ്ടത്, മറിച്ച് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വരികയായിരുന്നു വേണ്ടതെന്ന്. പക്ഷെ ബേയ്ക്ക പറയുകയാണ്, നിനക്ക് ആരുടെയും ഹെൽപ്പ് വേണമെന്ന് എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നതെന്ന്. നേരത്തെ ഫോറസ്റ്റിൽ വെച്ച് ബേയ്ക്കയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന വൂഹിയുടെ ഒരു ഓർണമെൻ്റ് എല്ലാം എടുത്തിട്ട് ഇത് നിനക്ക് ആവശ്യമില്ലാത്തതാണോ എന്നെല്ലാം ബേയ്ക്ക ചോദിക്കുന്നു. ലേഡി ഹെയുടെ കല്ലറയ്ക്ക് മുമ്പിൽ പൂക്കളെല്ലാം വെച്ചിട്ട് എന്നെയും ഹേസുവിനെയും എല്ലാ രീതിയിലും രക്ഷിക്കണമെന്നെല്ലാം ലേഡി ഹെയോട് പ്രാർത്ഥിക്കുകയാണ് വൂക്ക്. അതിനുശേഷം കൊട്ടാരത്തിലെത്തുന്നു. അവിടെ കുറേ ഗെയിംസ് എല്ലാം നടക്കുകയായിരുന്നു. ഇന്നാണ് വാഗ്മു മരിക്കുമെന്ന് ക്വീൻ പറഞ്ഞ ദിവസം. വാങ്സോ എപ്പോഴും വാഗ്മുവിനെ തന്നെയായിരുന്നു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അവരെല്ലാവരും ചേർന്ന് ഒരു ഡ്രിങ്കിങ് ഗെയിം എല്ലാം കളിക്കുകയാണ്. ഒരാൾ ഒരു പോയത്തെക്കുറിച്ച് പറയും. ആ പോയത്തിൻ്റെ ലൈൻസ് എല്ലാം പറഞ്ഞു കഴിയുമ്പോൾ വേറൊരാളെ വിളിക്കുകയും ചെയ്യും. അയാൾ ആ പോയത്തിൻ്റെ ബാക്കിയുള്ള ലൈൻസ് പറയുകയും ഡ്രിങ്ക്സ് കുടിക്കുകയും ചെയ്യണം. അതാണ് ഇവരുടെ ഗെയിം. ബേയ്ക്ക ആ പോയമെല്ലാം പറഞ്ഞതിന് ശേഷം ചെങ്ങിനെയാണ് വിളിക്കുന്നത്. പക്ഷെ ചെങ്ങിന് അതിലെ ലൈൻസൊന്നും അറിയില്ലായിരുന്നു. അപ്പോഴാണ് ക്വീൻ ശ്രദ്ധിക്കുന്നത് വാഗ്മു ഇതുവരെ ഡ്രിങ്ക്സ് ഒന്നും കുടിച്ചില്ല. വാഗ്മുവിന് ടീ മതിയെന്ന് പറയുകയും ചെയ്യുന്നു. അങ്ങനെ വാഗ്മുവിന് വേണ്ടി ടീ എല്ലാം കൊടുക്കാൻ നിൽക്കുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ആ പോയിസണെല്ലാം ഇട്ട ആളായിരുന്നില്ല വാഗ്മുവിന് വേണ്ടി ടീ കൊടുക്കുന്നത്. അവരുടെ ഒരു ഗെയിം എന്ന് പറയുന്നത് എങ്ങനെയും ഹെയ്സനെ കൊണ്ട് ഈ ടീ കൊടുപ്പിക്കുക എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ടീ എല്ലാം അവർ തന്ത്രപൂർവ്വം തന്നെ ഹെയ്സിൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയും ചെയ്യുന്നു. അങ്ങനെ ടീ എല്ലാം കൊണ്ടുവരുന്ന സമയത്തായിരുന്നു 10th പ്രിൻസ് ആയിട്ടുള്ള ഉണ്ണിനെ ഹെയ്സു കാണുന്നത്. ഉണ്ണ് ദേഷ്യപ്പെട്ടുകൊണ്ട് ഹെയ്സുവിനോട് പറയുകയാണ്, എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, എനിക്കിനി ഒരിക്കലും നിന്നെ കാണേണ്ടായെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് നീ എന്തുകൊണ്ടാണ് ഉണ്ണിൻ്റെ സെക്കൻഡ് വൈഫാകാൻ തയ്യാറാകാതിരുന്നതെന്ന് ഹെയ്സുവിനോട് പാക്സൂൺ ചോദിക്കുകയും ചെയ്യുന്നു. നിനക്കുണ്ണിനെ ഒരുപാട് ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നീ ഉണ്ണിനെ നന്നായി നോക്കിയാൽ മതിയെന്നായിരുന്നു ഹെയ്സു പാക്സൂണിനോട് പറഞ്ഞത്. അത് നിങ്ങളെന്നോട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഉണ്ണിനെ നല്ലതുപോലെ നോക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പാക്സൂൺ പറയുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു ടീ എത്തുന്നതിന് മുമ്പ് തന്നെ ക്രൗൺ പ്രിൻസിനോട് എല്ലാ കാര്യങ്ങളും പറയാമെന്നൊക്കെ ആയിരുന്നു വാങ്സോ വിചാരിച്ചിരുന്നത്. പക്ഷെ അങ്ങനെ പറയാൻ തുടങ്ങുമ്പോഴാണ് ആ ടീയുമായി എത്തുന്നത് ഹെയ്സു ആണെന്നുള്ള കാര്യമെല്ലാം വാങ്സോ ശ്രദ്ധിക്കുന്നത്. വാഗ്മുവിൻ്റെ ടീ കുടിക്കാനാണ് എനിക്ക് ആഗ്രഹമെന്ന് വാങ്സോ പറയുകയും ചെയ്യുന്നു. അതിനുശേഷം വാങ്സോയ്ക്കുള്ള ടീ എല്ലാം ഹേസു എടുത്തു കൊടുക്കുകയാണ്. വാഗ്മു ചെയ്തു തന്ന ഓരോ നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടായിരുന്നു ഓരോ ഗ്ലാസ് ടീയും വാങ്സോ കുടിച്ചുകൊണ്ടിരുന്നത്.
ആദ്യത്തെ ഗ്ലാസ് ഹെയ്സ് കൊടുത്തപ്പോൾ സന്തോഷത്തോടെ തന്നെയായിരുന്നു വാങ്സ് കുടിച്ചത്. ആ ടീയിൽ വിഷമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് പോലും ഹെയ്സിൻ്റെ കയ്യിൽ നിന്നും 3 ഗ്ലാസ് ടീ എല്ലാം വാങ്സ് കുടിക്കുന്നുണ്ട്. വാങ്സോ മൂന്നാമത്തെ ഗ്ലാസ്സിലെ ടീ കുടിക്കുമ്പോൾ ആലോചിക്കുകയാണ്, ഹെയ്സ് ഒഴിച്ചു തന്ന വിഷം തന്നെ കുടിച്ചിട്ടാണ് ഞാൻ മരിക്കാൻ പോകുന്നതെന്ന്. ആ ഗ്ലാസ്സിലെ ടീ കുടിക്കുമ്പോൾ വാങ്സോയുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹെയ്സോ നിർത്താൻ പറയുമോ എന്നൊക്കെ ആയിരുന്നു വാങ്സോ നോക്കിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിൽ പോയിസൺ ഉണ്ടെന്നുള്ള കാര്യം അറിയാത്തത് കൊണ്ട് തന്നെ ഹെയ്സോ നിർത്താനും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. യോൻഹയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു യോൻഹയ്ക്കും. കാരണം ഈ പോയിസൺ കൊടുത്തുവിട്ടത് തന്നെ യോൻഹയായിരുന്നു. 3 ഗ്ലാസ് ടീ എല്ലാം കുടിച്ചു കഴിഞ്ഞപ്പോൾ വാങ്മോ കിങ്ങിനോട് പറയുകയാണ്, എന്തായാലും വാങ്സോനെ ഇവിടെ നിന്ന് ഷിൻചുവിലേക്കൊന്നും പറഞ്ഞു വിടേണ്ട കാര്യമില്ല. വാങ്സോ എൻ്റെ കൂടെ തന്നെ നിന്നോട്ടെ, അവൻ എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന്. വാഗ്മോന് കൊടുത്തിരുന്ന ടീ എല്ലാം വാങ്സോ കുടിക്കുന്നത് കൊണ്ട് തന്നെ വാഗ്മോന് മറ്റൊരു ടീ എല്ലാം ഉണ്ടാക്കിക്കൊണ്ട് വരാമെന്ന് ഹെയ്സുവും പറയുന്നു. താൻ വിഷമടങ്ങുന്ന ചായയാണ് കുടിച്ചതെന്ന് മറ്റാരും അറിയാതിരിക്കാനായിട്ട് തന്നെ വാങ്സോ അവിടെ നിന്ന് പോവുകയാണെന്നൊക്കെ പറയുന്നു. ഒരു ഭാവമാറ്റവും ഇല്ലാതെ അവിടെ നിന്ന് പോകാനും നോക്കുന്നുണ്ട്. വാങ്സോ ശ്രദ്ധിച്ചു തന്നെയായിരുന്നു ഓരോ സ്റ്റെപ്പും വെച്ചിരുന്നത്. പക്ഷേ വാങ്സോയുടെ മുഖം ആരും തന്നെ കാണുന്നുണ്ടായിരുന്നില്ല. വാങ്സോയുടെ ചുണ്ടുകളിൽ നിന്നുമെല്ലാം ബ്ലഡ് വരുന്നതായിട്ട് നമ്മളെ കാണിക്കുന്നു. അങ്ങനെ ഈ ഒരു എപ്പിസോഡ് തീരുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും വേഗം കാണാം. ബൈ.